എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യരായ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന SNDPയുടെ 148 നമ്പർ ശാഖയുടെ പുതുപ്പള്ളി ശാഖയുടെ പ്രസിഡന്റ് ശ്രീ KM ശശി, ഈ ശാഖയുടെ സെക്രട്ടറി ശ്രീ VM രമേശ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ ശാഖയുടെ പ്രവർത്തകരെ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഭാഗമായി 32ാമത് ശ്രീനാരായണ കൺവെൻഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഒത്തുചേരുന്ന അവസരത്തിൽ പ്രകൃതിയെ ശപിച്ചുകൊണ്ട് കുറച്ചാളുകൾ വീട്ടിലിരിക്കുന്നുണ്ട്. ചെറിയൊരു മഴ കണ്ടപ്പോൾ ഈ പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒത്തുചേരുന്ന മഹത്തായ ആ യോഗമാണ് മനുഷ്യൻ തിരിച്ചറിയേണ്ടത്. പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും, ഇത് മൂന്നും ഒത്തുചേരണം. അതുകൊണ്ട് പ്രകൃതിയുടെ മഴയെയും കാറ്റിനെയും ശപിക്കരുത്. കാരണം മഴയും കാറ്റും ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ. പ്രകൃതിക്ക് എപ്പോൾ പെയ്യണമെന്നും എപ്പോൾ പെയ്യണ്ടാമെന്നോ തീരുമാനമൊന്നുമില്ല. അത് കാലത്തിനനുസരിച്ച് യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ പെയ്യുന്ന മഴ പ്രകൃതി നിശ്ചയിച്ചതല്ല, മനുഷ്യൻ നിശ്ചയിച്ചതാണ്. അറിയുമോ? വേനൽക്കാലത്ത് ഇപ്പോൾ കാലവർഷമല്ല, അകാലവർഷമാണ് ഉണ്ടാകുന്നത്. ഈ അകാലവർഷത്തിൻ്റെ കാരണം എന്താണെന്നറിയുമോ? ആഗോളതാപനമാണ്. ആഗോളതാപനം ഉണ്ടാക്കിയത് ആരാ? ദൈവമാണ്. പ്രകൃതിയിലെ ഏതെങ്കിലും ജീവജാലങ്ങൾ ആഗോളതാപനം ഉണ്ടാക്കിയിട്ടുണ്ടോ? മനുഷ്യരീ ഭൂമിയിൽ ജനിക്കുന്നതിനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ആനകളും കടുവകളും പുലികളും അരണയും പാമ്പും തേളും കീരിയും കുറുക്കനും എല്ലാം ഈ ഭൂമിയിലുണ്ടായിരുന്നു. മനുഷ്യനുണ്ടായിട്ട് 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അതിനും കോടിക്കണക്കിന് വർഷം മുമ്പ് ജീവജാലങ്ങളെല്ലാം ഭൂമിയിലുണ്ട്. അവരുടെ ഒന്നും കാലഘട്ടത്തിൽ ആഗോളതാപനം ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ആഗോളതാപനം ഉണ്ടായത്? മനുഷ്യന് കൂടുതൽ അറിവ് നേടിയപ്പോൾ അവൻ ഈ ഭൂമിയെ അമിതമായി ചൂഷണം ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് ആഗോളതാപനം ഉണ്ടായത്. ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂമിയിലെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനമുണ്ടായത്. ഇപ്പോൾ തണുക്കേണ്ട കാലമാണല്ലേ. വൃശ്ചികേ കുളിരാരംഭേ ധനുർമകരേ ഘോരഘോരേ. എന്നാൽ ഇപ്പോൾ തിരുവാതിര വരാൻ പോവുക. തിരുവാതിര തണുപ്പിൻ്റെ കാലമാണ്. എന്നാൽ ആതിരകൾ കുളിരുതിരയുന്നു, ആറുകൾ ഒഴുക്കുതിരയുന്നു, ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു, സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. സർഗലയ താളങ്ങൾ തെറ്റുകയാണ്. സൃഷ്ടിയുടെ ലയതാളം തെറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് അകാലത്തിൽ മഴ പെയ്യുന്നത്. ഇതിന് ഉത്തരവാദിയാരാ? നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ മഴയെയും പ്രകൃതിയെയും ശപിക്കരുത്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പല ആളുകളും എന്തൊരു മഴ എന്ന് പറയുന്നത് കേട്ടു. മഴയ്ക്കങ്ങനെ ഒരു കുറ്റമില്ല, നമ്മളാണ് ഇതിൻ്റെ പ്രതി എന്ന് മനസ്സിലാക്കുക. മനുഷ്യനും പ്രകൃതിയും ദൈവവും പരസ്പരപൂരിതങ്ങളാണ്. കാലത്തിൻ്റെ 3 പ്രതിരൂപങ്ങളാണിത്. കേട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യനും പ്രകൃതിയും ദൈവവും കാലത്തിൻ്റെ 3 പ്രതിരൂപങ്ങളാണ്. ആ പ്രതിരൂപങ്ങളെക്കുറിച്ചൊരു പാട്ടുണ്ട്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. കേട്ടിട്ടില്ലേ? പ്രകൃതിയും മനുഷ്യനും ദൈവവും കാലത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. ഇത് മൂന്നിനെയും സമഞ്ജസമായി ചേർത്ത് വെക്കുന്ന പ്രക്രിയക്കാണ്, അത് തിരിച്ചറിയുന്നവനാണ് മനുഷ്യൻ. അത് തിരിയുന്നവനാ മനുഷ്യൻ. ആ
യാത്രയിൽ അയനം ചെയ്യുന്നവൻ, നീരിൻ്റെ യാത്രയിൽ അയനം ചെയ്യുന്നവൻ നാരായണൻ. നീരിൻ്റെ യാത്രയിൽ അയനം ചെയ്യുന്നവൻ. ഏതാണ് നീര്? നമ്മളെല്ലാം ഒരു തുള്ളി നീരായിരുന്നു അല്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ ഒരു തുള്ളി നീരായിരുന്നില്ലേ നമ്മൾ? ബീജാങ്കുരമായിരുന്നു. ആ നീര് പൊട്ടിമുളച്ച് വലുതായിട്ട് ജീവിതമാകുന്ന മഹാസാഗരത്തിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു മഴത്തുള്ളിയാണ് നാം. ഈ മഴത്തുള്ളിയെക്കുറിച്ച് ആദ്യം പരാമർശിക്കപ്പെടുന്നത് ഛാന്ദാഗ്യോപനിഷത്തിലാണ്. ഛാന്ദാഗ്യോപനിഷത്തിൽ മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണി, അദ്ദേഹം മഹാപണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ശ്വേതകേതുവിനെ തനിക്കറിയുന്നതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ ഒന്നും പഠിക്കണ്ട, ഇനി ജപവും പൂജയും നടത്തിയാൽ മതി എന്നല്ല പറഞ്ഞത്. ഉദ്ദാലകാരുണി അധ്യാപകനായിരുന്നു. എന്താ ഈ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? അധ്യാപകൻ, ശ്രീനാരായണൻ ഗുരുവാകുന്നത് എങ്ങനെയാണ്? ശ്രീനാരായണ ഗുരു കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഗുരുവാണ്. കാലത്തിനും ദേശത്തിനും അപ്പുറത്തും ഗുരുവാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ പോപ്പ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞത് കേട്ടിട്ടില്ലേ? പത്രത്തിൽ വലിയ വാർത്തയായിരുന്നല്ലോ. കാലത്തിനപ്പുറത്ത് ദേശത്തിനപ്പുറത്തേക്ക് ഗുരുവിൻ്റെ ദർശനങ്ങൾ പോവുകയാണ്. എല്ലാ കാലത്തേക്കും പ്രസക്തമാണ് ഗുരുവിൻ്റെ ദർശനങ്ങൾ, എല്ലാ ദേശത്തും പ്രസക്തമാണ് ഗുരുവിൻ്റെ ദർശനങ്ങൾ. എന്താ ഗുരു എന്ന വാക്കിനർത്ഥം? ഗുരു എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഗും രുഗ്യതേ ഇതി ഗുരു. ഗും എന്ന് പറഞ്ഞാൽ എന്താണ്? ഗും എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഗും രുഗ്യതേ, ഇരുട്ട് തടയുന്നവനാരോ അവൻ ഗുരു. നമ്മുടെ ഉള്ളിലെല്ലാം വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിനകത്തേക്ക് അന്ധകാരം പ്രവേശിക്കുന്നത് തടയുന്നവനാണ് ഗുരു. മനസ്സിലായോ? അതാണ് ഗും രുഗ്യതേ ഇതി ഗുരു. നമ്മുടെ ഉള്ളിൽ ഇരുട്ട് പ്രവേശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തു കളയാനൊരു സൂത്രമുണ്ട്, അറിയാവോ? ആ സൂത്രം നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇരുട്ട് കയറിപ്പോയാൽ ആ ഇരുട്ടിനെ പുറത്തു കളയാൻ ഒരു സൂത്രം നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അറിയാമോ ആർക്കെങ്കിലും ആ സൂത്രം എന്താണ്? പക്ഷെ നമ്മുടെ ഒരു കുഴപ്പം, ഈ സൂത്രം നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ല എന്നതാണ്. ഞാൻ ആ സൂത്രം സംസ്കൃതത്തിൽ പറഞ്ഞിട്ട് മലയാളം പറഞ്ഞു തരാം. രാച്ഛബ്ദോച്ചാരണ മാത്രേണ മുഖാ നിര്യന്തിപാതക പുനഃപ്രവേശഭീര്യാജ മകാരശ്ച കവാടവേൽ. സംസ്കൃതത്തിൻ്റെ മലയാളം: രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും അന്ധകാരവും പുറത്തു പോകണം. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വയപൂട്ടണം. രാമ 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 എന്ന് ജപിക്കാറില്ലേ? എന്തിനാ രാമ രാമ എന്ന് ജപിക്കുന്നത്? രാമൻ എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്ന ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ആ ചിന്തയാകുന്ന മണിമന്ദിരത്തിലാണ് ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ടത്. ആ ചിന്തയെ ഉണർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യന് മാത്രമുള്ളതാണ് ചിന്ത. പക്ഷിമൃഗാദികൾക്കൊന്നും തന്നെ ഭക്ഷണത്തെക്കുറിച്ച്, അല്ലേ, ഉറക്കിനെക്കുറിച്ച്, വിസർജനത്തെക്കുറിച്ച്, ഇണചേരുന്നതിനെക്കുറിച്ച്, ഈ 4 ചിന്തകളല്ലാതെ ആഗോളതാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പക്ഷിമൃഗാദികൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. അവർ മരണത്തെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? മനുഷ്യൻ മാത്രമേ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആദി പിടിക്കാറുള്ളൂ. മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ ഒരു തവണയേ മരിക്കൂ. അതെപ്പോഴാ? മരിക്കുമ്പം മാത്രമേ മരിക്കൂ. ഓ, ഇപ്പം മരിച്ചു, തീർന്നു. നമ്മളോ ഒരു ചെറിയ വേദന വന്നാൽ മതി, ഉടനെ പോകും. ഒരു ഗ്യാസ് കയറിയതായിരിക്കും, ജീരകം വറുത്ത് അതിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കുടിച്ചാൽ തീരേണ്ടതേ ഉണ്ടാവൂ. പക്ഷെ നമ്മൾ ഉടൻ തന്നെ ആംബുലൻസ് പിടിക്കും, വലിയ മെഡിക്കൽ കോളേജിൽ പോകും. കാരണം മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ടാണ്.
കാരണം നമ്മളോട് എപ്പോഴും മരണം പറഞ്ഞിട്ട് ജീവിതത്തെ പേടിപ്പിച്ചവരാ. എപ്പോഴും എല്ലാ മതങ്ങളും മരണത്തെയാണ് പ്രാധാന്യം വൽക്കുന്നത്, അല്ലേ? മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ എന്ന് ക്രിസ്ത്യാനികൾ പാടുമ്പോൾ തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്ന് മുസ്ലിങ്ങൾ പാടുന്നു. ഈ പാട്ടൊരു ദിവസം ഞാൻ വയനാട്ടിൽ താമരശ്ശേരി ചുരം ഇറങ്ങി വരിക. ചുരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ല, ഒന്ന് പോകണം കേട്ടോ. ആ താമരശ്ശേരി ചുരത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, കാലിൻ്റെ ഉള്ളിൽ നിന്നൊരു വിറ വരും. അത്രയും അഗാധ ഗർത്തമാണങ്ങ്. ഡ്രൈവറുടെ കൈ ഒന്ന് തിരിഞ്ഞു പോയാൽ മതി, നമ്മുടെ അസ്ഥി വെറുക്കാനുണ്ടാവില്ല. അപ്പോഴാണ് ബസ്സിൽ ഈ പാട്ട്, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. ഞാൻ കണ്ടക്ടറെ വിളിച്ച് ചോദിച്ചു, വേറെ ഒരു പാട്ടും കണ്ടിട്ടില്ലേ നിങ്ങൾ? പേടിപ്പിക്കുന്നതാണോ മരണം, അല്ലേ? പിന്നെ ഹിന്ദു മതം പറയുന്നു, മന്നവനാട്ടേ യാചകനാട്ടേ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. മരണത്തെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷിമൃഗാദികൾ മരണത്തെപ്പറ്റി ആലോചിച്ചിട്ട് ബേജാറാവാറില്ല. അതുകൊണ്ട് ഒരു പക്ഷിയും മൃഗവും ആത്മഹത്യ ചെയ്തിട്ടില്ല ഇതുവരെ. കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷിയും മൃഗവും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. നമ്മളെ ആത്മഹത്യ എന്ന വിഡ്ഢിത്തം ചെയ്യുന്ന മനുഷ്യൻ, വിവരമുള്ള മനുഷ്യനാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക. മരണമല്ല പ്രധാനം, ജീവിതമാണ് പ്രധാനം. ശ്രീനാരായണ ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാര്യമല്ല, ജീവിതത്തിൽ സ്വർഗമുണ്ടാക്കാനുള്ള കാര്യമാണ്. ജീവിതത്തിൽ ആധ്യാത്മിക ചൈതന്യം എന്തിനാണ് പ്രാർത്ഥനകൾ, എന്തിനാണ് ഈശ്വരവിശ്വാസം? അത് മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമുള്ളതല്ല. ആണോ? പലരും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഒരു ജാഥ പോകുമ്പോൾ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. വിപ്ലവം ജയിക്കട്ടെ. കമ്മ്യൂണിസ്റ്റുകാരാണ് ജാഥയിൽ പോകുന്നത്. അപ്പോൾ റോഡ് സൈഡിൽ വിളക്ക് കണ്ടാൽ ഇങ്ങനെയാക്കും. എന്തിനാണ്? അഥവാ മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ അവിടെ ജില്ലാ സെക്രട്ടറിൻ്റെ കത്തെടുക്കൂലല്ലോ, അന്നേരം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. മനസ്സിലായോ? മരണാനന്തര ലോകത്തേക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്തല്ല. ശ്രീനാരായണ ഗുരു ചെയ്ത ഏറ്റവും വലിയ ദർശനം ജീവിതം. ആധ്യാത്മിക ദർശനങ്ങളെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ സുന്ദരമായി ജീവിക്കാൻ, ധാർമ്മികമായി ജീവിക്കാൻ, മാനവികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള യാത്ര നടത്താനാണ്. മാനവികതയിൽ നിന്ന് ദൈവികതയിലേക്ക് യാത്ര നടത്താൻ, മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെടാൻ. അത് ഈ ദക്ഷിണ ഭാരതത്തിലെ ദൈവസങ്കല്പങ്ങളുടെ പ്രത്യേകത അറിയാമോ? ദക്ഷിണ ഭാരതത്തിൽ മനുഷ്യരാണ് ദൈവമായി ഉയർത്തപ്പെട്ടത്. ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമല്ല. ഭൂമിയിൽ അച്ഛനും അമ്മയ്ക്കും ജനിച്ച പുണർന്നുപെറ്റവരാണ് പിന്നീട് ദൈവമായി ഉയർത്തപ്പെട്ടത്. ഏതാ ഉദാഹരണം? പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി പടി 18 കെട്ടി. അല്ലേ? അതാണ് അയ്യപ്പൻ. ആണല്ലോ. ആയിരുന്നല്ലോ. നിങ്ങൾ നോക്കൂ, അട്ടപ്പാടിയിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ കോയമ്പത്തൂർ ടൗണ് കാണാം. ആ കോയമ്പത്തൂർ ടൗണിൻ്റെ ഇപ്പുറത്ത് ഒരു മലയുണ്ട്. ആ മലയുടെ പേര് മരുതുമലയാണ്. മരുത്വാമലയല്ല. മരുത്വാമല ശ്രീനാരായണ ഗുരു ധ്യാനിച്ചിരുന്ന തിരുവനന്തപുരത്തെ മലയാണ്. ഇത് മരുതുമല. ആ മരുതുമലയിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് മുരുകൻ എന്നായിരുന്നു. മുരുകൻ. ആ മുരുകനാണ് ആരായത്? പളനിയാണ്ടവനായത്. അറിയാം? മരുതുമലൈ വണവനേ മുറുകയ്യാ. കേട്ടിട്ടില്ലേ കീരവാണിയുടെ പാട്ട്? മരുതുമലയിലെ മുരുകനാണ് പളനി ആണ്ടവനായി ഉയർത്തപ്പെട്ടത്. എൻ്റെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ എരുവേശി എന്ന് പറയുന്ന ഒരു പുഴയുണ്ട്. ആ പുഴയുടെ തീരത്ത് നാടുഭരിക്കുന്ന നാടുവാഴിയുടെ പേര് അയ്യങ്കര നാടുവാഴി എന്നാണ്. അദ്ദേഹത്തിനും ഭാര്യ പാർവതിക്കുട്ടിയമ്മ എന്ന പാടിക്കുറ്റിയമ്മയ്ക്ക് ഒരു ദുഃഖമുണ്ട്. എന്താ? അനവത്യ ദുഃഖം, മക്കളില്ല. ആ ദുഃഖം അനുഭവിച്ച് ജീവിക്കുമ്പോൾ പാർവതിക്കുട്ടിയമ്മ എരുവേശി പുഴയിൽ ഒരു ദിവസം കുളിക്കാനിറങ്ങി. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അതാ തോട്ടിലൂടെ ഒഴുകി വരുന്നു, പുഴയിലൂടെ ഒഴുകി വരുന്നു. ആ കുട്ടിയുടെ തല ഒരു കല്ലിൽ കൊണ്ടുപോയി കുത്തി നിന്നു. ആ കല്ല് ഇപ്പോഴുമുണ്ട്. ആ കല്ല് അറിയപ്പെടുന്നത് തിരുനെറ്റിക്കല്ല് എന്നാണ്.
ആ കുട്ടിയെ ഇവരെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് അവനെ വളർത്തി, മകനാക്കി വളർത്തി. ആ കുട്ടിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. പിടികിട്ടിയോ? പറശ്ശിനിക്കടവ് മുത്തപ്പൻ കാസർഗോഡ് ജില്ലയിലെ കരുവന്നൂർ വീരൻ. കരുവന്നൂർ വീരൻ ഒരു മനുഷ്യനായിരുന്നു, ഒരു വീരനായകനായിരുന്നു. തച്ചോളി ഉദയനന്റെ കഥ കേട്ടിട്ടില്ലേ? അദ്ദേഹം എൻ്റെ നാട്ടിലെ തെയ്യമാണ്. മുച്ചിലോട്ട് ഭഗവതി സംസ്കൃത വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീ പണ്ഡിതന്മാരെ തർക്കത്തിൽ തോൽപ്പിച്ചപ്പോൾ ആ തർക്കത്തിൽ തോറ്റ പണ്ഡിതന്മാർക്ക് ഇവളെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണമെന്ന വിചാരമുണ്ടായി. അങ്ങനെ അവളോട് തർക്കിക്കുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും നല്ല സുഖം എന്തെന്ന് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ദാമ്പത്യ സുഖമാണ് ഏറ്റവും നല്ല സുഖമെന്ന് പറഞ്ഞു. അപ്പൊ വിവാഹം ചെയ്യാത്ത നീ എങ്ങനെ ആ സുഖമറിഞ്ഞ്? അപ്പൊ നീ വഴിവഴച്ചു, നീ ആ സുഖമറിഞ്ഞു, അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ തീയിലിട്ട് ചുട്ടു. അവളാണ് മുച്ചിലോട്ട് ഭഗവതിയായി ഉയർത്തപ്പെട്ടത്. വ്യക്തികൾ ദൈവമാകുന്ന അത്ഭുത കാഴ്ചയാണ്. ആ കൂട്ടത്തിൽ ആണ് നാണു എന്ന് പറയുന്ന ആ കുട്ടി ആരായത്? ശ്രീനാരായണ ഗുരു ദേവനാകുന്നത്. മാനവികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറ. അല്ലാതെ ദൈവം ഇങ്ങോട്ട് വരുത്തല്ല, നാം ദൈവത്തിലേക്ക് ഉയർത്തലാണ്. മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തിയാൽ നമ്മളും ദൈവമാകും. മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ മലയിൽ വാഴും ഭഗവാനേ. അപ്പോ നമ്മുടെ ഉള്ളിൽ ദൈവം ഇരുന്നാൽ എന്താവും? മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. അതുകൊണ്ടാണ് ഉടുപ്പ് മാറിയ പിറ്റേന്ന് എന്താ വിളിക്കുക? സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ. ആയില്ലേ? പിന്നെ പേര് നമ്മൾ മനുഷ്യരിട്ട പേര് മാറി വെറും അയ്യപ്പനാകുന്നു, സ്വാമിയാകുന്നു, അല്ലേ? മനുഷ്യൻ തന്നെ ദൈവമായി മാറുന്ന അവസ്ഥയാണ്. ഈ മാറുന്ന അവസ്ഥയുടെ ദർശനമാണ് ചാന്ദാഗ്യോപനിഷത്തിൽ ഉയർന്നു വന്ന ഞാനിപ്പോൾ പറയാൻ പോകുന്ന ദർശനം. ആ ദർശനം എന്താണ്? ഉദ്ദാലകാരുണി തൻ്റെ പുത്രനായ ശ്വേതകേതുവിനെ തനിക്കറിയുന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് അദ്ദേഹം അധ്യാപകനായി. എന്താണ് അധ്യാപകൻ? അധ്യാപകൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവോ? കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷ് അല്ലേ? തീർന്നു. നമ്മൾ അത്രേ വിചാരിച്ചെന്നോ? വലിയൊരർത്ഥമുണ്ട് അധ്യാപകന്. ഈ അധി എന്ന വാക്കും യാപകൻ എന്ന വാക്കും കൂടിച്ചേർന്നിട്ടാണ് അധ്യാപകനാകുന്നത്. എന്താണ് അധി? ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിൻ്റെ യഥാർത്ഥ അധ്യാപകൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അധി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, കൂട്ടണം. 2024 അധിവർഷമല്ലേ? അധിവർഷമാണ്. എന്തുകൊണ്ടാണ് 2024 അധിവർഷം എന്ന് പറയുന്നത്? അറിയാമോ? മനസ്സിലായില്ല? DPR എന്നാ DPR? ലീപ് ഇയർ. യെസ്. എന്തുകൊണ്ടാ? ഫെബ്രുവരി മാസം 28 പകരം 24, 29 ഉണ്ടായിരുന്നു. അതുകൊണ്ട് 365 366 ദിവസമുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം പ്ലസ്സാ. പിടികിട്ടിയോ? ആ പ്ലസ്സിനാണ് അധി എന്ന് പറയുക. മനസ്സിലായോ? അധികം. അതുകൊണ്ട് അധിവർഷമായി. അപ്പൊ അധി എന്ന് പറഞ്ഞാൽ പ്ലസ്. മനസ്സിലായോ? യാപകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. തനിക്കറിയുന്നത് മാത്രം കുട്ടി പഠിച്ചാൽ അധ്യാപകനാവില്ല. തനിക്കറിയുന്നതിനപ്പുറത്ത് പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് അധ്യാപകൻ ഉണ്ടാവുന്നത്. ശ്രീനാരായണ ഗുരു കേരളത്തിലെ സമൂഹത്തെ പഠിപ്പിച്ചത് വിദ്യ നേടിയ പോരാ, അധ്യാപകന്റെ ലക്ഷ്യം പ്രബുദ്ധനാവണം എന്നാണ്. എന്താണ് വിദ്യയും പ്രബുദ്ധതയും തമ്മിലുള്ള വ്യത്യാസം? വിദ്യ നേടി പ്രബുദ്ധനാവണം. എന്താണ് പ്രബുദ്ധത? എന്ന് പറഞ്ഞാൽ പ്രകർഷേണ, വർദ്ധിക്കുന്നത് എന്നർത്ഥം. ബോധം വർദ്ധിക്കണം, ബോധം വളർത്തി കൊണ്ടുവരണം. ഇന്നലെ ഇല്ലാത്തൊരു ബോധം ഇന്നുണ്ടാവണം. മാഷക്കറിയാത്ത ബോധം കുട്ടിക്കുണ്ടാവണം. അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി കണ്ടു. ഒക്ടോബർ 1-ാം തീയതി വയോജന ദിനാണ് അല്ലേ? ഒക്ടോബർ 1 വയോജന ദിനാണ്. വയോജന ദിനത്തിൽ എൻ്റെ നാട്ടിൽ സ്കൂളിൽ ഒരു ഗ്രാൻഡ് ഫാദർ സംഗമം വെച്ചു. ഒരു സ്കൂളിൽ
കുട്ടികളെല്ലാം അച്ഛനെയും അമ്മയല്ല കൊണ്ടുവരേണ്ടത്, അപ്പൂപ്പനെയും അച്ചമ്മയെയും അച്ചാച്ചനെയും ഉപ്പാവ ഉമ്മാവ അവരെല്ലാം കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികൾക്ക് 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ഒരു 250 ആൾ എന്ന് വെച്ച് 250 കസേര ഒരുക്കി. നോക്കുമ്പോൾ 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 750 ആൾ വന്നു. കാരണം അമ്മമ്മയും വന്നു, അച്ചാച്ചനും വന്നു. ഒരു കുട്ടിക്ക് 4 ആളുണ്ടാവുമല്ലോ. അച്ഛനും അമ്മയും 2 ആളേ ഉണ്ടാവും. ഒരു കുട്ടിക്ക് ഗ്രാൻഡ് ഫാദർ 4 ആളുണ്ടാവില്ല. അമ്മേൻ്റെ അച്ഛനും അമ്മേൻ്റെ അമ്മയും ഉണ്ടാവും, അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും വന്നു. സ്കൂള് കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോകാൻ കിട്ടിയൊരു ചാൻസ് അല്ലേ. രാവിലെ മുതൽ എല്ലാ വീട്ടിൽ നിന്ന് ഒരുക്കം തുടങ്ങി, കുളിച്ചൊരുങ്ങി എല്ലാവരും വന്നു. അങ്ങനെ വന്നിട്ട് പ്രസംഗം തുടങ്ങി. അധ്യക്ഷ പ്രസംഗം ഹെഡ് ടീച്ചർ ബിന്ദു ടീച്ചർ പ്രസംഗിക്കുക. ടീച്ചർ പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ രക്ഷിതാക്കൾ അപ്പൂപ്പനും അമ്മൂമ്മയല്ലേ ഇത്, അവരെ നമ്മൾ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ. അതിന് ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കും അല്ലേ, വീണല്ലോ വീണല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പച്ചപ്ലാവിലെയും ഇതുപോലൊരു കാലം പഴുത്തു വീഴുമെന്നോർക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് ഒരു സംശയം, ടീച്ചറെ ഒരു സംശയം. എന്താ? ഈ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. അതാണ് പ്രബുദ്ധത. പിടികിട്ടിയ മാഷ് പറയുന്നത് മാത്രം കേട്ടു പോക്കല്ല, അതിനപ്പുറത്ത് ചിന്തിക്കുന്നവരാണ്. നിങ്ങളിപ്പോൾ ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ മക്കളെ, നിങ്ങളോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. 1 ആണോ 2 ആണോ വലുത്? പറ. 1 ആണോ? ഇവൻ പറയുന്നു 1, 2. ഏതാ ശരി? ഇവൻ പറയുന്നു 1, ഇവൻ പറയുന്നു 2. 2 എന്ന് പറഞ്ഞ ആളെ പേരെന്താ? ആരുഷ്. ആരുഷിൻ്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? രണ്ടാമത്തോ? അനിയത്തി. ആരാ വലുത്? അപ്പോൾ 1 അല്ലേ വലുത്? ഉണ്ടോ? അപ്പോൾ ഓൻ പറഞ്ഞാൽ ശരി. അപ്പോൾ നിങ്ങൾ അപ്പോൾ സ്കൂളിലെത്തിയാൽ ചോദിക്കണം, മാഷേ വീട്ടിലെത്തുമ്പോൾ 1 വലുത്, സ്കൂളിലെത്തുമ്പോൾ 2 വലുത്. അതെന്താ? ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളുണ്ടാവണം. നമ്മുടെ ഭാരതത്തിന് പറ്റിയ അബദ്ധം എന്താണെന്നറിയാവോ? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഭാരതം അറിവിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണെന്ന് ആരാ പറഞ്ഞ? നമ്മളല്ല. നമ്മൾ ഭയങ്കരന്മാരാന്ന് നമ്മൾ തന്നെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു. അവർ പടിഞ്ഞാറന്മാരാ, പാശ്ചാത്യ നാടുകൾ കിഴക്കാരാ നമ്മൾ. കാരണം എന്താണെന്നറിയോ? ഉപനിഷത്തുകളുണ്ട് ഇവിടെ. എപ്പോ ഈ അറിവൊന്നും ഉണ്ടാകുന്നതിന്, കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റിയുണ്ട്, നളന്ദ, തക്ഷശിലയുണ്ട്. അതിനേക്കാൾ 1000 കൊല്ലം മുമ്പ് ഈ ഭാരതത്തിൽ സത്യത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള ഉപനിഷത്തുണ്ടായിട്ടുണ്ട്. എന്താ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെപ്പറ്റി ചർച്ച ചെയ്യുക. സത്യം പലതുണ്ട്, അർദ്ധസത്യമുണ്ട്, അപൂർണ സത്യമുണ്ട്, അസത്യമുണ്ട് ഇല്ലേ? സൂര്യൻ എവിടുന്നാ ഉദിക്കുന്ന? ഈസ്റ്റ്, കിഴക്ക് നിന്ന്. എവിടെയാ അസ്തമിക്കുന്ന? വെസ്റ്റ്, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സത്യമല്ലേ? അല്ല. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. നമുക്ക് തോന്നുന്നതാ. നമ്മൾ കറങ്ങുന്ന കൊണ്ട് തോന്നുന്നല്ലേ, അപ്പം അത് സത്യമല്ലല്ലോ. അതായത് ഞാനിങ്ങനെ ട്രെയിനിൽ വരുമ്പോൾ ഷൊർണൂർ എത്തിയാൽ, പകൽ സമയത്ത് വരുമ്പോൾ ഷൊർണൂർ ഒരുപാട് നേരം ട്രെയിൻ നിർത്തിയിടും. അവിടുത്തെ വടയും ഇഡ്ഡലിയും തീരുന്നവരെ വണ്ടി വിടൂല, എന്നാലേ കച്ചവടം നടത്തും. അപ്പോൾ ഉച്ച സമയത്ത് ട്രെയിൻ അവിടെ നിർത്തുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ചൂടാകുമ്പോൾ നമ്മൾ ഈ വണ്ടി പുറപ്പെടാത്തതിൽ ഇങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കും. എന്താ വണ്ടി വിടാത്തത്? അവസാനം വണ്ടി വിട്ടു. ആശ്വാസമായി. വണ്ടി സ്പീഡാവുന്നു, പക്ഷെ കാറ്റൊന്നും വരുന്നില്ല. എങ്കിലും പുറപ്പെട്ടല്ലോ. പുറപ്പെട്ട് കുറേ അങ്ങോട്ട് എത്തിയപ്പോഴാണ് മനസ്സിലായത് തൊട്ടപ്പുറത്തെ വണ്ടി പുറകോട്ട് പോയതാണ്, നമ്മൾ നിന്നെടുത്ത് നിൽക്കുക. അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അതുപോലെ നമുക്ക് തോന്നുന്നതാണ് സൂര്യൻ കിഴക്ക് നിന്നുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന്. സത്യത്തിൽ സൂര്യൻ അനങ്ങാതെ നിൽക്കുകയും നമ്മൾ കറങ്ങുകയും ചെയ്യുകയാണല്ലേ. അതാണ് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ
സൈഡിലിരിക്കുന്ന വൃക്ഷങ്ങളും കടകളെല്ലാം പുറകോട്ട് ഓടുന്നത് കാണും. ദൂരെയുള്ള കുന്നുകൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് തോന്നും. ഇതൊക്കെ തോന്നല. അപ്പോൾ അത് ആപേക്ഷിക സത്യമാണ്. അർദ്ധസത്യങ്ങളുണ്ട്, അസത്യങ്ങളുണ്ട്, അപൂർണ സത്യങ്ങളുണ്ട്, ഒരുപാട് അസത്യങ്ങളുണ്ട്. ഇതൊരു ലക്ഷം കൂട്ടി വെച്ചാലും അടുത്തെത്തൂല. ആത്യന്തികമായൊരു സത്യമുണ്ട്, ആ സത്യത്തിന് അടുത്തെത്തൂല. മനുഷ്യൻ്റെ ജോലി ആ സത്യത്തെ അന്വേഷിക്കലാണ്. നിശേഷമായ ഒരു സത്യത്തെ അന്വേഷിക്കലാണ് നമ്മുടെ ജോലി. ഇതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ആകാശത്ത് മേഘങ്ങളൊന്നുമില്ലെങ്കിൽ ഈ പന്തലിൻ്റെ പുറത്തിറങ്ങി നിന്ന് നോക്കൂ. ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങളെ കാണാം അല്ലേ? എന്നിട്ട് നമുക്ക് വെളിച്ചമുണ്ടോ? ഈ ട്യൂബ് ലൈറ്റും ഹാലോജനും CFL-ഉം ബൾബും എല്ലാം കത്തിക്കേണ്ടി വന്നില്ലേ? 1,00,000 നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായിട്ട് എന്ത് കാര്യം? എന്നാൽ പകൽ സമയത്ത് ഞാനിവിടെ പകലാണ് എത്തിയത്. ഇവിടെ ഒരു ബൾബും കത്തുന്നുണ്ടായിരുന്നില്ല. ആകാശത്ത് ഒറ്റ നക്ഷത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ചെറിയ നക്ഷത്രമാണ്. സൂര്യൻ എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ എത്രയോ ചെറുതാ. സൂര്യനേക്കാൾ വലിയ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ടും പകല് നമുക്ക് വെളിച്ചം കിട്ടുന്നു ഒറ്റ വിളക്ക്. ആകാശത്ത് രാത്രിയിൽ 1,00,000 നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും വെളിച്ചം കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? പകലെന്ന വിളക്കിനോട് നമ്മൾ അടുത്താണ്, സത്യത്തിന് നമ്മൾ അടുത്തായത് കൊണ്ടാണ്. രാത്രി കാണുന്ന വിളക്കുകളിൽ നമ്മൾ അകലെയാണ്. ഇതിനെക്കുറിച്ചൊരു പാട്ടുണ്ട് വയലാർ എഴുതിയത്. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ, 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. കേട്ടിട്ടുണ്ടോ? അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ. അത് ആ പാട്ടിൽ പറയുന്നു. എന്താ നമുക്ക് മാർഗം? നിത്യസ്നേഹം തെളിക്കുന്ന വീഥി, സത്യാന്വേഷണ വീഥി എന്നാണ്. സത്യത്തെ അന്വേഷിക്കലാണ് നമ്മുടെ ജോലി. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, എൻ്റെ ജീവിതം സത്യത്തെ അന്വേഷിക്കുന്ന ഒരു പരീക്ഷണമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. ആ സത്യത്തെ അന്വേഷിച്ച് ഇരുന്ന് എഴുതി വെച്ച, കാട്ടിനകത്തിരുന്ന് എഴുതി വെച്ച ആരണ്യകങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൃഹദാരണ്യോപനിഷത്ത് കാട്ടിനകത്ത, നൈമിഷാരണ്യോപനിഷത്ത് അല്ലേ? ആരണ്യകങ്ങളിലാണ് ഉപനിഷത്തുകൾ ഉണ്ടായത്. അതിൻ്റെ നാടല്ലേ നമ്മുടെ നാട്? വേദങ്ങളുടെ നാടല്ലേ നമ്മുടെ നാട്? വേദാന്തത്തിൻ്റെയും ബ്രാഹ്മണങ്ങളുടെയും നാടല്ലേ നമ്മുടെ നാട്? രാമായണവും മഹാഭാരതവും നോക്കൂ. 1,64,000 ശ്ലോകങ്ങളുണ്ട് മഹാഭാരതത്തിൽ ഇല്ലേ? 1,64,000 ശ്ലോകം. അത്രയും ശ്ലോകങ്ങളിൽ എത്ര കഥാപാത്രം ഉണ്ടെന്നറിയോ? ഏതാണ്ട് 25,000 കഥാപാത്രങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കഥകൾ എഴുതി ഉണ്ടാക്കിയില്ലേ? നിങ്ങൾ ആലോചിക്കൂ. 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാഷക്ക് 500 കുട്ടികളെ പേരറിയാവോ? ഇല്ല. എന്നാൽ 25,000 കഥാപാത്രങ്ങളെ മനസ്സിൽ ഓർമ്മിച്ചിട്ട് ഒരു കഥ എഴുതിയില്ലേ ഒരു മനുഷ്യൻ, വ്യാസൻ? വേദങ്ങളെ മുഴുവൻ അദ്ദേഹം കലക്ട് ചെയ്തെടുത്തു. വേദങ്ങൾ ഇങ്ങനെ മൂല്യം നഷ്ടപ്പെട്ടു പോകും. കാരണം എഴുതി വെച്ചിരുന്നില്ല. അത് ഈ ബൈഹാർട്ട് പഠിക്കുമ്പോൾ നമ്മൾ വായിക്ക് തോന്നിയ കോതക്ക് പാട്ട് പാടൂലേ? ഏതെങ്കിലും ഒരു വാക്ക് മറന്നുപോയ കൂട്ടിപ്പാടൂലേ? അങ്ങനെ കുറേ കൂട്ടിച്ചേർക്കലുണ്ടായി. ചില വാക്കുകൾ മറന്നുപോയി. ഞങ്ങൾ ഒരു ദിവസം, കഴിഞ്ഞ ദിവസം ഒരു ടൂർ പോകുമ്പോൾ ബസ്സിൽ ഇടത്ത് സൈഡിലുള്ളവരും വലത്ത് സൈഡിലുള്ളവരും തമ്മിൽ അന്താക്ഷരി മത്സരം നടത്തി. അന്താക്ഷരി മത്സരത്തിൽ ഞങ്ങളെ ടീമിന് 4 എന്നുള്ള അക്ഷരം പലതവണ വന്നു. 4 തുടങ്ങുന്ന പാട്ട് പാടണമല്ലോ. 4 തുടങ്ങുന്ന പാട്ട് അക്ഷരം തന്നെ വരിക. പലതവണ വന്നിട്ടും നമ്മൾ പാടിയിട്ടും കുറേ കഴിഞ്ഞിട്ട് 4 തുടങ്ങുന്ന പാട്ട് അറിയുന്നതെല്ലാം പാടിത്തീർന്നു. പിന്നെയും വന്നു നാ. ഇപ്പം നമ്മൾ തോക്കും. അഭിമാനം സംരക്ഷിക്കട്ടെ. അപ്പം ഞാൻ ഒറ്റ പാട്ട്, നട്ടപ്പാതിരയായി നേരം പനിനീർ കുളിരമ്പിളിന്ന് നമ്മൾ ജയിച്ചു. സത്യത്തിൽ പാതിരാവായി നേരമൊന്നേ ഉള്ളൂ. ഞാൻ കൂട്ടിയതാ നാ കിട്ടാൻ വേണ്ടി, മനസ്സിലായോ? പക്ഷെ അവർക്ക് മനസ്സിലായില്ല. നട്ടപ്പാതിരാന്ന് ഞാൻ കൂട്ടിയതാ. ഇതുപോലെ വായക്ക് തോന്നിയത് കൂട്ടിച്ചേർക്കും പലരും. പലതും വാക്കുകളും വിഴുങ്ങിപ്പോവും, നഷ്ടപ്പെട്ടു പോവും. അങ്ങനെ വേദങ്ങളിൽ മൂല്യത്തകർച്ച വന്നപ്പോൾ കൃഷ്ണൻ എന്നു പേരുള്ളൊരു മനുഷ്യൻ
കറുത്തവനാ. അവൻ ദ്വീപിലാ ജനിച്ചത്. അവൻ്റെ അമ്മ മീൻ പിടിക്കുന്ന പെണ്ണ, അച്ഛൻ സന്യാസിയാ, പരാശര മഹർഷി. പാലരുവിക്കരയിൽ പണ്ടൊരു പൗർണമാസി രാവിൽ തോണിക്കാരിയ മത്സ്യകന്യയെ മാമുനിയൊരുവൻ കാമിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് ഈ കൃഷ്ണൻ. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന് പേര് വന്നു. അവൻ ഈ വേദങ്ങൾ മുഴുവൻ പഠിച്ചു, സമ്പാദിച്ചു, കളക്ട് ചെയ്തു. എന്നിട്ട് അതിലുള്ള തകരാറുകൾ പരിശോധിച്ച് നല്ലതല്ല, വേണ്ടാത്തതെല്ലാം ഒഴിവാക്കി, ഒഴിഞ്ഞു പോയതെല്ലാം കൂട്ടിച്ചേർത്തു. വേണ്ടാത്ത ഒഴിവാക്കി, ഒഴിഞ്ഞു പോയത് കൂട്ടിച്ചേർത്തു. എന്നിട്ടത് 4 ഭാഗങ്ങളായി എഴുതി വെച്ചു. ഇനി തെറ്റ് വരുത്തരുത്. അതിനുവേണ്ടി ഋക്ക്, യജുസ്, സാമം, അഥർവം 4 പാർട്ടാക്കിയിട്ട് എഴുതി വെച്ചു. ഈ പ്രക്രിയക്ക് സംസ്കൃതത്തിൽ പറയുക വ്യസിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ കലക്ട് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, പബ്ലിഷ് ചെയ്ത് നടത്തുന്ന പ്രക്രിയക്കാണ് വ്യസിക്കുക എന്ന് പറഞ്ഞത്. സമ്പാദനവും സംശോധനവും പ്രസാധനവും നടത്തുന്ന പ്രക്രിയ. അങ്ങനെ അത് ചെയ്തതുകൊണ്ട്, വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട് എന്തറിയപ്പെട്ടു? വേദവ്യാസൻ. പിടികിട്ടിയോ? അങ്ങനെ ആ വേദവ്യാസൻ എന്ന് പേര് കിട്ടത് കൃഷ്ണദ്വൈപായന്. അതൊരു ചെറിയ ബുദ്ധിയാണോ? വലിയ മഹാഭാരതം എഴുതി. രാമായണം, ലോകത്തിന് തന്നെ അത്ഭുത കാവ്യമായ രാമായണം എഴുതിയില്ലേ വാൽമീകി? രാമായണം എഴുതി. പിന്നെയോ 18 പുരാണങ്ങളുണ്ടായി ഇല്ലേ? പിന്നെ കാളിദാസനുണ്ടായി, രവീന്ദ്രനാഥ ടാഗോർ വരെയുള്ള എത്രയെത്ര മഹാകവികൾ. അത്ഭുതമായിരുന്നില്ലേ നമ്മുടെ ഭാരതത്തിൻ്റെ ബുദ്ധി? അതൊക്കെ പോട്ടെ. ഇനി മറ്റൊരു കാര്യം ആലോചിക്കാം. നമ്മുടെ ചികിത്സിക്കുന്ന അലോപ്പതി മരുന്നില്ലേ, ഗുളിക, കുപ്പിമരുന്ന്, ഇതൊക്കെ ഉണ്ടായത് എപ്പോഴാണ്? ഇഞ്ചക്ഷനും ഓപ്പറേഷനെല്ലാം കണ്ടുപിടിച്ചിട്ട് 200 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. 200 കൊല്ലല്ലേ ആയിട്ടുള്ളൂ ഇതൊക്കെ വന്നിട്ട്. അതെങ്ങനെയാ? മെൻഡലീയഫിൻ്റെ പട്ടിക 104 മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ മൂലകങ്ങളുടെ രാസത്വരക ശക്തി എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് രാസപരീക്ഷണത്തിൽ ടെസ്റ്റ് ട്യൂബും ഫണലും ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ബാക്ടീരിയക്കും ഫംഗസിനും വൈറസിനും എന്തൊക്കെ മരുന്നുകൾ ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയിട്ട് വെളുത്ത എലികളിൽ ലേപനം ചെയ്തിട്ടും ഇഞ്ചക്ട് ചെയ്തിട്ടും കുടിപ്പിച്ചിട്ടും സൈഡ് എഫക്റ്റ് പരിശോധിച്ചിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കിട്ടിയത്. എന്നാൽ ഈ ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടാകുന്നതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് ഒരു ലാബറട്ടറി ഇല്ല, ഒരു ടെസ്റ്റ് ട്യൂബ് ഇല്ല, ഒരു ഫണലും ഇല്ല, ഒരു മെൻഡലിയഫിൻ്റെ പട്ടികയും ഇല്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ ചെടികൾ, മരം, പുല്ല്, അതിൻ്റെ ഇലയും തൊലിയും പൂവും കായും വേരും വായ ആകുന്ന പരീക്ഷണശാലയിൽ ചവച്ചരച്ച് നോക്കിയിട്ട് നാവ് കൊണ്ട് ടെസ്റ്റ് നടത്തി അല്ലേ? ലാബറട്ടറി ഇതായിരുന്നു. നാവ് കൊണ്ട് ഇത് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് ഇത് വാതത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് മരുന്ന് ആയിരക്കണക്കിന് കഷായം, അരിഷ്ടം, ലേഹ്യം, വടകം, തൈലം ഉണ്ടാക്കിയ ചരകനും സുശ്രുതനും സഞ്ജീവിനി മഹർഷിയും. എന്തൊരു ബുദ്ധിയായിരുന്നു അത്! ഭയങ്കര ബുദ്ധിയല്ലേ? അതും പോട്ടെ, അടുത്ത് നോക്കാം. സ്കാനിങ് മെഷീൻ ഉണ്ടല്ലോ ഇപ്പോൾ. സ്കാനിങ് മെഷീനിലൂടെ ഒരു ഗർഭിണിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്നറിയാം. ആ കുട്ടിക്ക് എപ്പോൾ കൈകാലുകൾ വളരുക, എപ്പോഴാ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് ഒക്കെ ഉണ്ടാകുക എന്ന് എപ്പോൾ അറിയാം, എപ്പോഴാ മുടിയും നഖവും വളരുക എന്ന് കൃത്യമായിട്ട് കണക്കറിയാം ഇപ്പോൾ. എന്നാൽ ഈ സ്കാനിങ് മെഷീൻ കണ്ടുപിടിച്ചിട്ട് 100 കൊല്ലത്തിനിപ്പുറമല്ലേ? എന്നാൽ സ്കാനിങ് മെഷീൻ കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണം, ആ രാമായണത്തിൽ സമ്പാദിവാക്യം എന്നൊരു അധ്യായമുണ്ട്. ഒന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്കുക. ആ സമ്പാദിവാക്യത്തിൽ വയറ്റിൽ കിടക്കുന്ന കുട്ടി എപ്പോഴാണ് പെണ്ണ് വേർതിരിയുക, എപ്പോഴാണ് നഖം ഉണ്ടാകുക, എപ്പോഴാണ് മുടി ഉണ്ടാകുക, എപ്പോഴാണ് കണ്ണും ചെവിയും ഉണ്ടാകുക എന്ന് കൃത്യമായ കണക്കയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് തലയിട്ട് നോക്കി കണ്ടുപിടിച്ചതാ? അതെന്തൊരു അത്ഭുതമാണ്! ഇത്രയും അറിവുണ്ട് നമ്മുടെ രാജ്യത്ത്. എന്നിട്ടും എന്തേ പട്ടിണി റാങ്കിങ്ങിൽ നമ്മുടെ രാജ്യം 119 സ്ഥാനത്തായി കൊല്ലം. നമ്മുടെ രാജ്യം ഇപ്പോഴും പറയില്ല. അന്ധവിശ്വാസങ്ങളും കൂടോത്രങ്ങളും കലാപങ്ങളും നടക്കുന്ന രാജ്യം നമ്മുടെ നാട് അല്ലേ? അമേരിക്ക ഭയങ്കര പൈസക്കാരായി. എന്തേ? ഇവിടെ നോക്കൂ, ഈ ഓഡിറ്റോറിയത്തിൽ ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ നോക്കിയാട്ടെ നിങ്ങൾ. ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ ഫോണ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാന് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല,
ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, സിമെൻറ്റ് കണ്ടുപിടിച്ചത് ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യയെ കണ്ടുപിടിച്ച്? ഇവിടെ നോക്കൂ, എല്ലാം വിദേശികൾ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന. ഇത്രയും വിവരം ഉണ്ടായിട്ട് എന്ത് പറ്റി നമുക്ക്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആധ്യാത്മികമായ അറിവുകൾ നമ്മുടെ വിദ്യ പ്രബുദ്ധതയാക്കി മാറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അതാ ഗുരു പറഞ്ഞത്, വിദ്യ നേടിയ പോരാ, പ്രകർഷേണ ബോധം വർദ്ധിക്കുന്നതാവണം വിദ്യ. അതാണ് അധ്യാപനം. പ്ലസ് ആവണം. പഠിച്ചത് പാഠപുസ്തകത്തിനകത്ത് ഒതുങ്ങാനല്ല. പാഠപുസ്തകം ഒരു പ്രവേശന കവാടം മാത്രമാണ്. പാഠപുസ്തകത്തിനപ്പുറത്തുള്ളത് അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാവണം. പുതിയ പുതിയ ചിന്തകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ പ്രബുദ്ധരാവുന്നത്. ആ പ്രബുദ്ധത കേരളത്തിലെ മനുഷ്യർക്കുണ്ടാവണമെന്ന് ആഹ്വാനം ചെയ്തപ്പോഴാണ് കേരളം അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും വൃത്തികെട്ട ജാതിബോധത്തിൻ്റെയും അടിമത്വത്തിൽ നിന്ന് കേരളം മോചനം നേടിയത്. ഗുരുവിൻ്റെ ദർശനം കേട്ടിട്ട് വിദ്യയെ പ്രബുദ്ധതയാക്കി മാറ്റിയത് കൊണ്ടാണ്. അതാണ് അധ്യാപകൻ. അധിയാപനം നടത്താൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്നവൻ. തന്നേക്കാൾ കൂടുതൽ കുട്ടി പഠിക്കണം, തന്നെ ചോദ്യം ചെയ്യണം. അത്തരത്തിൽ ഉദ്ദാലകാരുണി ശ്വേതകേതുവിന് തനിക്കറിയുന്ന ആധ്യാത്മിക ദർശനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ആ ദർശനത്തിനപ്പുറത്ത് എന്താ ദർശനം എന്ന് പറഞ്ഞാൽ? ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച അല്ലേ? പക്ഷിമൃഗാദികൾക്കെല്ലാം ദർശനമുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ദർശനം വേറെയാണ്. ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു. സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനേ. എന്ത് ദർശന? നമ്മൾ വിചാരിച്ചത് യോഗപട്ടാസനസ്ഥനായിട്ട് ശബരിമല ശ്രീകോവിലിരിക്കുന്ന ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നാ പ്രാർത്ഥിച്ചെന്ന് ധരിച്ചു പോയോ നിഷ്കളങ്കരെ? അല്ല. അവിടെ ഹരിശ്രീതൻ മുത്തുകൾ വിരൽപ്പൂവിൽ വിടർത്തിയ ഗുരുവിൻ്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി 18 പടി കയറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് ഒരു ദർശനമുണ്ട്. ആ ദർശനം അതിൻ്റെ മേലെ എഴുതി വച്ചിരിക്കുന്നു, തത്വമസി. അല്ലേ? എന്താ അത്? തത്വമസി. ഉദ്ദാലകാരുണി ശ്വേതകേതുവിനെ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യൻ്റെ അടുത്തയച്ചു. പ്രവാഹട കൈവല്യൻ്റെ അടുത്ത് ഒരുപാട് കാലം പഠിച്ചു ശ്വേതകേതു. പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ട് ശ്വേതകേതു ഉത്തരമല്ല പറഞ്ഞു കൊടുത്തത്, പുതിയ ചോദ്യങ്ങളുമായിട്ടാണ് വന്നത്. ചോദ്യം ചോദിക്കുന്ന കുട്ടികളാ നല്ല കുട്ടികൾ, ഉത്തരം പറയുന്നവരല്ല. ഞാൻ നിങ്ങളോടെല്ലാവരോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു കണക്ക് ചോദിക്കട്ടെ. മുന്നിലിരിക്കുന്നവർ പേടിക്കണ്ട, മുന്നിലുള്ള ആളോട് ചോദിക്കില്ല. നമ്മളെ മാഷന്മാർക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അറിയുന്നവരോട് ലാസ്റ്റേ ചോദിക്കൂ, അറിയാത്തവരോട് ആദ്യം ചോദിക്കൂ, എന്നിട്ട് ലാസ്റ്റ് അറിയുന്ന ആളോട് ചോദിക്കൂ. അല്ലേ? ലാസ്റ്റ് അന്ന് ആദ്യം തന്നെ അറിയുന്ന ആളോട് ചോദിച്ചാൽ ബാക്കിയുള്ള ആൾക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. അല്ലേ? എൻ്റെ നിലപാട് ഉത്തരം അറിയുന്നവരോടേ ചോദിക്കാവുന്നത് കേട്ടോ. ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ കൈപൊക്കിയാൽ മതി. അറിയെങ്കിൽ കൈപൊക്കുന്നവരോട് ഞാൻ ചോദിക്കൂ കേട്ടോ. ഇതിൽ ഡ്രൈവിംഗ് അറിയുന്ന എത്ര പേരുണ്ടൊന്ന് കൈപൊക്കിയാട്ടെ. ഡ്രൈവിംഗ് അറിയുന്നവർ ഒരു 5-10 ആളുണ്ട് ഇല്ലേ? പക്ഷെ ഡ്രൈവിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? എന്താ ഡ്രൈവിങ്? വണ്ടി ഓടിക്കൽ. അതിൻ്റെ മലയാളമല്ല ചോദിച്ചത്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ലോകത്ത് കള്ളപ്പണിയെടുക്കാൻ പറ്റാത്ത ഒറ്റൊരു പണിയേ ഉള്ളൂ, ഡ്രൈവിങ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ഔട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? സ്റ്റിയറിംഗ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് പറയാൻ പറ്റുമോ? ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിങ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കാൻ അറിയുന്നവരും അല്ലാത്തവരും ഒരു വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിക്കാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. ഒരു പ്രയാസമുണ്ടോ? ഇല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കെമിസ്ട്രി എടുക്കുന്ന ടീച്ചർ ഒരിക്കൽ പോലും എന്നെ ലാബറട്ടറി കൊണ്ടുപോയിട്ടൊരു പരീക്ഷണം കാട്ടി തന്നിട്ടില്ല. വിരൽ കാണിച്ചിട്ട് പറയും, ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക,
എന്ത് രാസമാറ്റം സംഭവിക്കുമെന്ന് കാലക്കേടിന് എന്നോടാ ചോദിച്ചത്. എൻ്റെ വയറ്റുനിന്ന് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാൻ തുടങ്ങി. ഉത്തരം അറിയില്ല, വയറ്റുനിന്ന് ഒരു പുകച്ചിലുണ്ടാവുമല്ലോ. എന്നിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു കേട്ടോ, അറിയില്ലെങ്കിലും. പക്ഷെ ഉത്തരം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് പുറത്താക്കി കളഞ്ഞു. ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക എന്നായിരുന്നു. എല്ലാം വിചാരിക്കണം, പിന്നെ അതും കൂടി അങ്ങ് വിചാരിച്ചപ്പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ എല്ലാവരും ഒരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? വിചാരിച്ചല്ലോ. ഇനി കണക്ക് ശ്രദ്ധിച്ചോളെ, കണക്ക് ശ്രദ്ധിച്ചോ. ഈ വണ്ടി 2 കിലോമീറ്റർ ഓടിയപ്പോൾ അതിൽ 4 ആൾ കയറി. പിന്നെ 4 കിലോമീറ്റർ ഓടിയപ്പോൾ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 ആൾ കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 ആൾ ഇറങ്ങിപ്പോയി. ഇനിയാണ് ചോദ്യം. ഒന്നുകൂടി പറയണോ കണക്ക്? 2 കിലോമീറ്റർ ഓടിയപ്പോൾ 4 ആൾ കയറി. 4 കിലോമീറ്റർ ഓടിയപ്പോൾ 2 ആൾ ഇറങ്ങി. 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 ആൾ കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 ആൾ ഇറങ്ങി. ചോദ്യം ഇതാണ്, ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സെത്രയാ? ഉത്തരം അറിയുന്നവർ കൈപൊക്കുക. ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഡ്രൈവർ 2 ആൾ കൈപൊക്കി, 3 ആൾ കൈപൊക്കി. ഓക്കെ, ആദ്യം കൈപൊക്കിയ ആളൊന്ന് കൃത്യസംഖ്യ വിളിച്ച് പറയൂ. ആ സംഖ്യ പറയൂ. 40 ഇവിടെ, 41 ഇവിടെ, 53, 62. 4 ആൾ പറഞ്ഞ ഉത്തരം. അങ്ങൊരാണ് ആണുങ്ങൾ കൂടി കൈപൊക്കിയിട്ടുണ്ട്. പറഞ്ഞോ? കേട്ടിട്ടില്ല. 67. 5 ആൾ പറഞ്ഞ ഉത്തരം ശരിയാ. അവരെല്ലാം പറഞ്ഞോ? 9. അവൻ പറഞ്ഞ ഉത്തരം ശരിയാ. അവരെല്ലാം പറഞ്ഞ അവരുടെ സ്വന്തം വയസ്സാ. നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നെന്ന് വിചാരിക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ആരാ ഡ്രൈവർ? ആരാ ഡ്രൈവർ? നിങ്ങളാണ്. ഇവിടെ 6 ആൾ ഒഴിച്ച് മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തതെന്നറിയോ? 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. നമ്മുടെ ഒരു പ്രശ്നം ഇതാണ്. മനുഷ്യന് പ്രബുദ്ധത തന്നത് ആരെങ്കിലും ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യാനല്ല. എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ റിവേഴ്സ് ഗിയറിൽ പോണോ എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി കേരളത്തിലെ മനുഷ്യർക്കുണ്ടാക്കി കൊടുത്തതാണ് ശ്രീനാരായണ ഗുരു. എൻ്റെ ജീവിതം ആകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാവാനാണ് വിദ്യ നേടി പ്രബുദ്ധനാവാൻ പറഞ്ഞത്. മനസ്സിലായോ? സ്വതന്ത്രനാവണം വിദ്യയിലൂടെ. അല്ലാതെ ആരെങ്കിലും ഓടിക്കുന്ന വണ്ടിയിൽ ഓടിക്കയറല നമ്മളെ പണി. നോ, എൻ്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നത്. ഇത് ഓർമ്മയില്ലായിട്ട് 6 ആൾ ഒഴിച്ച് മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടാഞ്ഞത്. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശീലം ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുക എന്നാണല്ലേ. ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. തെറ്റാണത്. പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യത്തിലുണ്ടായിരുന്നു നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിക്കുക എന്ന് ഇല്ലേ? അത് ഓർക്കാഞ്ഞിട്ട് പറ്റിയതല്ലേ. ചോദ്യം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്? ഉള്ളവർ ഇല്ലാത്തവരോട് ചോദിക്കണമോ? ഇല്ലാത്തവർ ഉള്ളവരോടാണോ ചോദിക്കേണ്ടത്? ഉള്ളവർ ഇല്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടല്ലേ? സമ്മതിച്ചില്ലേ? അറിവുള്ളത് മാഷക്കോ കുട്ടിക്കോ? കുട്ടിക്ക് അറിവുള്ളത് മാഷക്ക്, ഇല്ലാത്തതോ കുട്ടിക്ക്. അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ചോദ്യം ചോദിക്കേണ്ട ആരാ? ചോദ്യം ചോദിക്കേണ്ട ആരാ? ഇല്ലാത്തവരുള്ളവർ. കുട്ടി ഉത്തരം പറയേണ്ട ആരാ? മാഷ്. പക്ഷെ ഇപ്പം ആരാ ചോദ്യം ചോദിക്കുന്നത്? മാഷ്. ഉത്തരം പറയേണ്ട ആരാ? കുട്ടികൾ. ഉത്തരം അറിയെങ്കിൽ പിന്നെ കുട്ടി സ്കൂളിൽ പോവോ? ഉത്തരം അറിയാത്ത കൊണ്ടല്ലേ സ്കൂളിൽ പോകുന്നത്. പിന്നെ ഏത് ഉത്തരം മാഷ് ചോദിക്കുന്നത്? മാഷ് കൊടുത്തേൽപ്പിച്ചു ഉത്തരം. നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. എന്താ നിന്റെ പേര്? ആരുഷ്. അവൻ കയറി വന്നില്ലേ ധൈര്യത്തിൽ? ആ വകയിൽ എൻ്റെ ഫോൺ ഞാൻ അവന് കൊടുത്തു. ആ ഫോൺ അവന് കൊടുത്തു. എന്തിനാ കൊടുത്തതെന്ന് അവനറിയോ? ഇല്ല. ഞാൻ കൊടുത്ത കൊണ്ട് വാങ്ങി. എന്തിനാവോ ഏതിനാവോ അറിയില്ല. ഇപ്പം എന്തിനാവോ കൈ പിടിക്കുന്നത്? ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തരാൻ. അല്ലാതെ ആ ഫോണ് ഏത് കമ്പനിയാ നോക്കിയാ 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 ഞാൻ ചോദിച്ച
കൊടുത്തുകൊണ്ട് വാങ്ങി, തിരിച്ച് എന്തെങ്കിലും തന്നു. ഇപ്പം ആരുഷിൻ്റെ കയ്യിൽ ഫോണുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നില്ല ഇത്രയും വലിയ ശ്രീനാരായണ കൺവെൻഷൻ ഇയാളെന്താ പൊട്ടംകളി കളിക്കുന്നതെന്ന്? ഇതാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നത്, അറിയുമോ? അധ്യാപകർ കുറെ ഉത്തരം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികൾ വാങ്ങും. എന്തിനാവോ? ഏതിനാവോ? മാഷ് തന്നാ വാങ്ങണ്ടേ? എന്തിനാ വാങ്ങുന്നേ? ഒരു കാലം മാഷ് ചോദിക്കും, എപ്പോ? പരീക്ഷയ്ക്ക്. അപ്പോൾ മാഷൊക്കെ തിരിച്ചു കൊടുക്കണം, മാർക്ക് കിട്ടണം. മാഷ് തിരിച്ചു ചോദിച്ചാൽ കൊടുത്തു. ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ ആരുഷ് ഫോൺ എനിക്ക് തിരിച്ചു തന്നില്ലേ? ഇപ്പം ആരുഷിൻ്റെ കയ്യിൽ ഫോണുണ്ടോ? പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ ഉത്തരവുണ്ടോ? 8 കഴിഞ്ഞ് 9 8 പോയി, 9 കഴിഞ്ഞ് 10 9 പോയി, 10 കഴിഞ്ഞ് +1 ചേരുമ്പോൾ 10 പോയി. എന്തിനാ പഠിക്കുന്നത്? ഇത് പറ്റില്ല. വിദ്യ നേടി പോരാ, പ്രബുദ്ധനാവണം കേട്ടോ. ഓക്കെ, താങ്ക് യു. പ്രബുദ്ധനാവണം. ആ വിദ്യയെ പ്രകർഷേണ ബോധമാക്കി മാറ്റണം. അതുകൊണ്ട് ഉദ്ദാലകാരുണി പഠിപ്പിച്ച ശ്വേതകേതു പ്രവാഹട കൈവല്യൻ്റെ അടുത്തുനിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ട് അച്ഛനോട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു: പിതാവേ, ഞാൻ ആരാണ്? ഞാൻ എവിടുന്നാ വന്നേ? ഞാൻ എങ്ങോട്ടാ പോകുന്നേ? ഈ ചോദ്യത്തെക്കുറിച്ച് വയലാർ ഒരു നാടകഗാനം എഴുതിയിട്ടുണ്ട്, അറിയുമോ? കേട്ടിട്ടുണ്ടോ? എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ? ഗുരുവിൻ്റെ മുന്നിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം. അതാ വിളക്കുമരമാണ് ഗുരു. കുഷ്ഠരോഗി പാട്ടുപാടുന്നതാണ് അശ്വമേധം നാടകത്തിൽ. ഈ നാടകം കണ്ടവരെല്ലാം കരുതിയത് KPSCൻ്റെ നാടകത്തിൽ വിളക്കുമരമേ വെളിച്ചമുണ്ടോന്ന് കുഷ്ഠരോഗി പാടുന്ന കേട്ടിട്ട് പലരും വിചാരിച്ചത് സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത കൊണ്ട് പാടുന്നതെന്നാ. അല്ല, ഗുരുനാഥന്മാരാകുന്ന വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കുമ്പോഴാണ് മനുഷ്യനാവുന്നത്. എന്നാൽ ഉദ്ദാലകാരുണി അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആ പറഞ്ഞ മറുപടി: പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏതു പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി. തത് അത്, ത്വം നീ, അസി ആകുന്നു, തത്വമസി അത് നീയാകുന്നു. പല പൂവുകളിൽ നിന്ന് തേന് ശേഖരിച്ച തേനീച്ച അത് തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ തേൻവലിയിൽ ഇരിക്കുന്ന ഒരു തുള്ളി തേനിന് പറയാൻ കഴിയുമോ താൻ ഏത് പൂവിൽ നിന്ന് വന്ന തേനാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി, ആ തേൻതുള്ളി നീയാകുന്നു. പല വയലുകളിൽ നിന്ന് കളിമണ്ണ് ശേഖരിച്ച കുലാലൻ, കുമ്പാരൻ, കൊശവൻ അതുകൊണ്ടൊരു മൺകലമുണ്ടാക്കിയാൽ ആ മൺകലത്തിൻ്റെ വക്കത്തിരിക്കുന്ന ഒരു തരി മണ്ണിന് പറയാൻ കഴിയുമോ താൻ ഏത് വയലിൽ നിന്ന് വന്ന മൺതരിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി. ഇതാണ് ഛാന്ദാഗ്യോപനിഷത്ത്. മനസ്സിലായോ? അത് നീയാണ്. നമ്മൾ ഈ മഴത്തുള്ളിയാണ്, ഈ തേൻതുള്ളിയാണ്, ഈ മൺതരിയാണ്. മനസ്സിലായോ? ആ മൺതരികൾ പലയിടങ്ങളിൽ തട്ടി തടഞ്ഞ് നമ്മൾ പലതായി മാറി. അപ്പോൾ നമ്മളെല്ലാം പരസ്പര ബന്ധിതമല്ലേ? നമ്മൾ പരസ്പര ബന്ധിതമല്ലേ? ഞാനിപ്പം നിങ്ങളോട് പ്രസംഗിക്കുന്ന എൻ്റെ ശബ്ദം ജാതിയോ മതമോ ദേശമോ വർണ്ണമോ നോക്കാതെ ആരെല്ലാം അധ്വാനിച്ചതിൻ്റെ ഫലമാണ്. ഞാനിപ്പം നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഞാൻ ഒറ്റക്കുണ്ടാക്കിയ ദർശനമാണോ? എത്രയെത്ര മാഷന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളുണ്ട്. കുഞ്ഞിരാം മാഷ്, നമ്പൂതിരി മാഷ് മുതൽ, മൂസ മാഷ്, പോക്കർ മാഷ്, അബ്രഹാം മാഷ് മുതൽ, തോമസ് മാത്യു മുതൽ, എത്രയെത്ര TP സുമാരൻ മാഷ് മുതൽ, എത്ര ജാതി മതങ്ങളില്ലാതെ അവർ പഠിപ്പിച്ച, ജാതി മതങ്ങളില്ലാതെ പുനത്തിൽ കുഞ്ഞത്തുപിള്ള എഴുതിയ നോവലും സോമൻ കടലൂർ എഴുതിയ കവിതയും പവിത്രൻ തീക്കുനിയും കുമാരനാശാനും വള്ളത്തോൾ നാരായണമേനോനും വൈക്കം മുഹമ്മദ് ബഷീറും എഴുതിയ കൃതികളും വായിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. എൻ്റെ ഭാഷ കാലത്തിലൂടെ വന്നതാ. കാലത്തെ വരയ്ക്കുന്നതിന് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കുത്തനെയും ബലങ്ങനെയുള്ള വരയില്ലേ? കാലത്തിന് കുത്തനെയുള്ള വരയിലാണ് രേഖപ്പെടുത്തുക. Y ആക്സിസ് എന്നാ പറയുക. ഞാനത് നിങ്ങളോട് പറയുന്ന എൻ്റെ തൊണ്ടയിൽ ഒച്ചയുണ്ടല്ലോ, ആ ഒച്ച ദേശത്തുനിന്ന് കിട്ടിയതാണ്. ഏത് ദേശത്തുനിന്ന് കിട്ടിയതാ? ആന്ധ്രാപ്രദേശത്ത് നിന്ന് കിട്ടിയതാ ഈ ശബ്ദോർജം കേട്ടോ. ആന്ധ്രാപ്രദേശത്ത് നിന്ന് കിട്ടിയതാ എനിക്ക് ഈ ഒച്ച.
കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൂര്യൻ്റെ പ്രകാശമാണ് ഈ ശബ്ദം. കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോസിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് അന്നജമുണ്ടാക്കി, നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിലാണ് അരിമണികൾ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ അരിമണികൾ കാറ്റത്ത് പുന്നാരം പറഞ്ഞ് വിളയുന്നത് കണ്ടിട്ട് വരിനെല്ലിൻ ചുണ്ടിയിലെ കിരുകീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ, വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ എന്ന് പാട്ടും പാടി വിളഞ്ഞപ്പോ ആ കതിരുകൾ അവിടുത്തെ കർഷകർ കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ല് കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദിൽ നിന്ന് കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം കഴിഞ്ഞ് തലശ്ശേരിക്കപ്പുറത്ത്, കണ്ണൂരിനിപ്പുറത്ത് മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് മാനന്തവാടി, കൊട്ടിയൂർ റൂട്ടിൽ കൂത്തുപറമ്പിൻ്റെ അപ്പുറത്ത് ചിറ്റാരിപ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് കാഞ്ഞാമ്പാസു എന്ന് പറയുന്ന റേഷൻ കടയിൽ, അവിടുത്തെ SNDP യൂണിയൻ്റെ സെക്രട്ടറിയാ കാഞ്ഞാമ്പാസു, അയാളുടെ റേഷൻ കടയിൽ കൊണ്ടുവന്ന അരി എൻ്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 4 ദോശ ഞാൻ തിന്നതിൻ്റെ ഊർജ്ജമാണ് എൻ്റെ തൊണ്ടയെന്ന് കേൾക്കുന്ന ഒച്ച. മനസ്സിലായോ? തത്വമസി. പിടികിട്ടിയോ? ഇതെല്ലാം ചേർന്നതാ നമ്മളങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടൊരാളല്ല, നമ്മളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ബ്രഹ്മത്തിൽപ്പെട്ടതാ. എൻ്റെ ഉള്ളിലിരിക്കുന്നത് ബ്രഹ്മം തന്നെ, അത് തന്നെയാണ് നീയും. അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ ബ്രഹ്മമാണ്, അത് തന്നെയാണ് നീയും. അപ്പം ഞാനും നീയും തമ്മിൽ രണ്ടുണ്ടോ? രണ്ടിന് ഇംഗ്ലീഷിൽ ഡുവൽ എന്നാ പറയാ. ഡുവറ്റ് പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? യുഗ്മഗാനം ഡുവറ്റ് പാട്ടാ. ഡുവൽ എന്നതിന് സംസ്കൃതത്തിൽ ദ്വന്ദ്വം എന്ന് പറയും. ദ്വന്ദ്വം, ദ്വിത്വം എന്നൊക്കെ പറയും. ദ്വിത്വം, ദ്വന്ദ്വം, ദ്വിത്വം. ആ ദ്വിത്വം ഇല്ല എന്നതിന് അദ്വിത്വം, അതാ അദ്വൈതം. പിടികിട്ടിയ? അദ്വൈതം രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ അവൻ ഇവൻ എന്ന വേർതിരിവില്ലാതെ ആദിമഹസ്വരൂപമായി ഒന്നേ ഉള്ളൂ എന്ന് ലോകത്തോട് ധൈര്യത്തിൽ വിളിച്ചു പറയാൻ ഉപനിഷത്തിന്റെ ദർശനം നമുക്ക് പറഞ്ഞു തന്ന ആളാണ് ശ്രീനാരായണ ഗുരു. അവനെന്നും ഇവനെന്നും പറഞ്ഞിട്ട് രണ്ടില്ല, എല്ലാം ഒന്നു തന്നെയുള്ളൂ. ദ്വൈതമില്ല, അദ്വൈതമാണ്. അപ്പൊ പിന്നെ ജാതിഭേദം വേണോ? മതദ്വേഷം വേണോ? സോദരത്വം വേണ്ടേ? മാതൃകാസ്ഥാനമാവണ്ടേ? എന്നാൽ ഇവിടെ ശ്രീനാരായണ ഗുരു വരുന്നതിൻ്റെ പേരിൽ തൊട്ടുകൂടാത്തവരായിരുന്നു, തീണ്ടാൻ പാടില്ല, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു തെയ്യമുണ്ട്, പൊട്ടൻ തെയ്യം എന്ന പേര്. വെറും പൊട്ടനല്ല, ആദ്യസമർത്ഥനായതുകൊണ്ടാണ് പൊട്ടൻ എന്ന് പറഞ്ഞത്. പൊട്ടൻ തെയ്യം. ഈ പൊട്ടൻ തെയ്യത്തിനൊരു തോറ്റമുണ്ട്. തോറ്റം എന്താണെന്നറിയോ? ആരെ ഈ പൊട്ടൻ തെയ്യം എന്നറിയാമോ? സർവജ്ഞപീഠം കയറാൻ വേണ്ടി എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഉന്നത പീഠത്തിലേക്ക്, ശാരദാപീഠത്തിൻ്റെ വൈസ് ചാൻസലറായിട്ട് അവരോധിതയാകാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന സന്യാസിമാർ ഓഹോ 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 എന്നതിനാ ശബ്ദം ഉണ്ടാക്കുന്ന. ബ്രാഹ്മണം വരുമ്പോൾ താണജാതിക്ക ദൂരപ്പോ 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 എന്നാ. തീണ്ടാൻ പാടില്ല, അയിത്തമാണ്, ദൂരപ്പോ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഒരു കാട്ടാളൻ വഴിക്ക് നിന്നു. കാട്ടാളൻ വഴിക്ക് നിന്നു. അപ്പോൾ ശിഷ്യന്മാർ ഓടിപ്പോയിട്ട് ദൂരപ്പോ ദൂരപ്പോ ഓടിച്ചു. അപ്പോൾ കാട്ടാളൻ ചോദിച്ചു, ദൈവത്താറേ, എനിക്ക് ചില സംശയങ്ങളുണ്ട്, അത് ചോദിച്ചിട്ട് ഞാൻ പോയിക്കോളാം. എന്താ? അതാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റം. ഏങ്കള കുപ്പേല് നട്ട വാഴപ്പഴമല്ലോ നിങ്ങളുടെ ദേവന് പൂജ, ഏങ്കളെ കൊത്തിയാലും നീങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര. ഞങ്ങളുടെ കുപ്പയിൽ, താണജാതിക്കാരുടെ കുപ്പയിൽ നട്ട് കൊലച്ച വാഴപ്പഴമല്ലേ നിങ്ങളെ ക്ഷേത്രത്തിനകത്ത് പൂജക്ക് വെക്കുന്നത്? നിങ്ങളെ കൊത്തിയാലും ചോരക്ക് ചോപ്പ്, ഞങ്ങളെ കൊത്തിയാലും ചോരക്ക് ചോപ്പല്ലേ ചോറേ? അല്ലേ? അല്ലേ? നിങ്ങളറിയുമോ, ഗുരുവായൂർ അമ്പലനടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചന എന്താണെന്നറിയോ? താമരപ്പൂ അർച്ചന. കാരണം പങ്കജനാഭനല്ലേ,
പത്മനാഭനല്ലേ ശ്രീകൃഷ്ണൻ. പത്മം താമര, നാഭിയിൽ പത്മം വളർന്നവൻ. അതിലാണല്ലോ ബ്രഹ്മാവുണ്ടായത്. ആദിമ ചൈതന്യ നാഭിയിൽ വീരിയും ആയിരമിതളുള്ള താമരയിൽ രചനാചതുരൻ ചതുർമുഖൻ ഉണർന്നു സർഗം തുടർന്നു. പാട്ട് കേട്ടില്ലേ? സംഗീതമേ അമര സല്ലാപമേ എന്ന പാട്ടിൽ വരികയാണ്. ഈ പത്മമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചന. ആ അർച്ചന നടത്തുന്ന ഗുരുവായൂരപ്പൻ അർച്ചന നടത്തുന്ന താമരപ്പൂവ് എവിടുന്ന? കുറ്റിപ്പുറത്തിൻ്റെയും തിരുനാവായിയുടെയും ഇടയിൽ നിങ്ങൾ ട്രെയിനിൽ വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ കുറ്റിപ്പുറത്തിനും തിരുനാവായിക്കും ഇടയിൽ ഒരുപാട് താമരപ്പാടങ്ങൾ കാണാം. ആ താമരപ്പാടങ്ങളിൽ പ്രഭാതത്തിൽ വട്ടത്തോണിയിൽ പോയിട്ട് ആ താമരപ്പൂക്കൾ പറിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് ഗുരുവായൂർ അപ്പന് മാല കോർക്കാൻ കൊണ്ടുപോകുന്നതാരാ? സലീം എന്ന് പറയുന്ന മുസ്ലിമും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിഷയുമാണ്. പത്രത്തിൽ ഒരു ദിവസം വന്നിരുന്നു. സലീമും ആയിഷയുമാണ് ഈ പൂക്കൾ പറിച്ചു കൊണ്ടുവരുന്നത്. ആ പൂക്കൾ കൊണ്ടുപോയിട്ട് ഗുരുവായൂരപ്പന് അർച്ചന നടത്തുമ്പോൾ ഗുരുവായൂരപ്പൻ ഇതുവരെ പറഞ്ഞോ മാപ്പള പറിച്ച പൂവനക്ക് വേണ്ടാന്ന്? അവിടെ നടയിൽ സ്വർണ്ണപ്രശ്നം, സാമ്പൂല പ്രശ്നം, അഷ്ടമംഗല്യ പ്രശ്നം വെക്കാറില്ലേ? ആ പ്രശ്നം വെക്കുമ്പം പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും എന്ന പാട്ട്. ആ പാട്ട് ആരാ എഴുതിയത്? ആ പാട്ട് അമ്പലത്തിൽ പോവാത്ത വയലാറാ എഴുതിയത്. ആ പാട്ട് പാടിയത് ക്രിസ്ത്യാനിയായ യേശുദാസ്. ആ പാട്ട് സിനിമ ആരെടുത്തത്? ക്രിസ്ത്യാനിയായ ബോബൻ കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛൻ ബോബൻ കുഞ്ചാക്കോ. ആ പാട്ട് ചിട്ടപ്പെടുത്തിയ ആരാ? താണജാതിക്കാരനായ ദേവരാജൻ മാഷ് അതിൽ ചിട്ടപ്പെടുത്തിയ താണജാതിക്കാരനാണ് ഈ പാട്ട്. പക്ഷെ ഇതുവരെ യേശുദാസിനെ ഗുരുവായൂരമ്പലത്തിൽ കയറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങളറിയുമോ? നിങ്ങൾ രാവിലെ ഒരു 3:45 4 മണിക്ക് ഗുരുവായൂരെത്തി നോക്കൂ. ഈ ഗുരുവായൂരപ്പനെ ഉണർത്തുന്നത് ആരാ? മേൽപ്പത്തൂരിൻ്റെ നാരായണീയം പാടുന്നത് ആരാ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം കാലദേശാവദിഭ്യാം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥമാനം എന്ന് പാട്ടുപാടി ഗുരുവായൂരപ്പനെ ഉണർത്തുന്നത് മലയാള സിനിമാ ലോകത്ത് ആദ്യത്തെ പാട്ട്. യേശുദാസ് പാടിയ പാട്ട് ഏതാണെന്നറിയാമോ? ആർക്കൊന്നും അറിയാമോ? യേശുദാസ് ആദ്യം പാടിയ മലയാള സിനിമാ ഗാനം അറിയാമോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് യേശുദാസ് ആദ്യം മലയാള സിനിമയിൽ പാടിയ പാട്ട്. ആ യേശുദാസാണ് നാരായണീയം പാടി ഗുരുവായൂരപ്പനെ ഉണർത്തുന്നത്. ഗുരുവായൂരപ്പൻ ഉണർന്നാൽ പിന്നെ അടുത്ത് തന്നെ ഗുരുവായൂരിൽ നിന്ന് മധുരയ്ക്ക് പോകുന്നൊരു ട്രെയിനുണ്ട്, അതിൽ കയറും. ആര്? യേശുദാസിൻ്റെ ശബ്ദം. എന്നിട്ട് ചെങ്ങന്നൂർ ഇറങ്ങിയിട്ട് അടുത്ത KSRTC ബസ് പിടിച്ചിട്ട് പമ്പയിൽ പോകും. പമ്പയിൽ നിന്ന് രാത്രി 11 മണിയാകുമ്പോഴേക്ക് ശബരിമലേൻ്റെ മോന്തായത്തിലെത്തണം ഇതേ ശബ്ദത്തിന്. എന്തിന്? ഗുരുവായൂരപ്പനെ ഉണർത്തി അതേ ശബ്ദം തന്നെ വേണം അയ്യപ്പനെ ഉറക്കാൻ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. എപ്പോഴും ശബരിമലയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ഗായകൻ യേശുദാസ. കാരണം എന്താ? അവിടെ ശബരിപീഠത്തിലെത്തി ശരണം വിളിക്കും ഞങ്ങൾക്കൊരു ജാതി ഒരു മതമൊരു ദൈവം. അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ സ്വാമി അയ്യപ്പ. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും അയ്യപ്പൻ്റെ പാട്ടും കണക്ട് ചെയ്ത പാട്ടാത് അല്ലേ? സ്വാമി ശരണം ശരണമെൻ്റെ അയ്യപ്പ എന്നത്.
വേറൊരു മതത്തിൽപ്പെട്ട ദൈവവും നീ തന്നെ എന്ന് പാട്ടുപാടുന്നുണ്ട് ആ സിനിമയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിന്ദുമതമല്ലാത്തൊരു മതത്തിൻ്റെ ദൈവവും അയ്യപ്പ നീ തന്നെ എന്ന് പാടുന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി, വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി, അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി എന്ന പാട്ടിൽ വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. ബുദ്ധനും നീ തന്നെ അയ്യപ്പ സ്വാമി. കാരണം ബുദ്ധനാണ് ശരണം വിളി, ബുദ്ധം ശരണം വിളി. അതുപോലെ അയ്യപ്പൻ ശരണം വിളി. സംഘബോധത്തോടെ ഒരേ യൂണിഫോം ധരിച്ച് പ്രാർത്ഥിക്കുന്നത് ബുദ്ധമതത്തിലാണ്. അതുപോലെ ശബരിമലയിലും സംഘബോധത്തോടെ പോകുന്നവരാണ്. സംഘം ശരണം ഗച്ഛാമി, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ജാതിമേത മതദ്വേഷമില്ല എന്നതിനൊരു കണക്കിലൂടെ നമുക്ക് നോക്കാം. ഈ ജാതിയുടെ ഗുരുദേവൻ ജാതി വ്യത്യാസം ഇല്ല എന്ന് പറയുന്നത് നമുക്ക് കണക്കിലൂടെ തെളിയിക്കാൻ പറ്റും. ഞാൻ തെളിയിച്ചേർത്തെ. നമ്മുടെ മലയാളത്തിലെ കണക്ക് 10 അക്കല്ലേ? നമുക്ക് 1 മുതൽ 10 വരെ അല്ലേ? 10ാമത്തേന് 0 ഇടുമ്പം ഫുൾ സ്റ്റോപ്പ്. ആടുന്ന് കഴിഞ്ഞിട്ട് 10നോട് 1 കൂട്ടി 11. പിന്നെ അടുത്ത 0 ഇടുന്നത് 2 10 20. അടുത്ത 0 ഇടുന്നത് 30. 10 ഇനി 10നോട് 1 0 കൂടി ഇട്ടാൽ ഗുണിക്കണം 10 ആയില്ലേ? ആടെയും 10. അതുകൊണ്ട് ആ പൈസ കൂട്ടി വെച്ചതിന് നമ്മൾ മലയാള ഭാഷയിൽ സമ്പത്ത് എന്നാണ് പറയുക. സമ്പത്ത് അല്ലേ? സമ്പത്താ. 10 കൂട്ടി വെക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലെല്ലാം പണ്ടൊരു പെട്ടിയുണ്ട്, അറിയാമോ? സമ്പത്ത് കൂട്ടി വെക്കാൻ. 10,000. 10നാണ് നമ്മുടെ ഭാഷയിൽ കണക്കിൽ പ്രധാനം, അല്ലേ? 10ൻ്റെ അക്ക. എന്നാൽ ഹിന്ദി ഭാഷയിലും തമിഴ് ഭാഷയിലും കന്നഡ ഭാഷയിലും ഇതേ 10 തന്നെയാണ്. ഹിന്ദിയിലും 1 10 100 1000. ഇംഗ്ലീഷ് ഭാഷയിലും 10 തന്നെയാണ്. 1 10 100 1000. സംസ്കൃതത്തിലും 10 തന്നെയാണ്. ഏകം ദശം ശതം സഹസ്രം. അറബിയിലും 10, ലാറ്റിനിലും 10, ഇസ്രായേലിലും 10, അമേരിക്കയിലും 10, ആസ്ട്രേലിയയിലും 10. ലോകത്തിലെ സകല ഭാഷകളിലും ഒരു ഭാഷയിലും 8ൻ്റെതോ 9നോ 0 ഇടുന്ന കണക്കില്ല. 10ാമത്തിന് എല്ലാത്തിലും 0 ഇടുക. 11ലും 12ലും 0 ഇടുന്ന ഒരു കണക്കില്ല. എല്ലാത്തിനും എന്താ 10ത്തെ പ്രാധാന്യം എന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? എന്താണ്? എല്ലാ ഭാഷകളിൽ ദൈവത്തിന് പോലും പല പേരുണ്ട്. പക്ഷെ കണക്കെല്ലാം 10ൻ്റെത് കണക്കായി. എല്ലാവർക്കും ഒരേപോലെ കണക്കെന്ന വാക്കന്നെ ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? പൂച്ചക്കും പട്ടിക്കും പശുവിനും എത്രയാ കണ്ണ്? 2. എത്രയാ കാത്? 2. നമുക്കോ 2. കണക്കല്ലേ? അതാ കണക്ക്. കണക്കെന്ന വാക്കുണ്ടായത്. അതും കണക്കാ, ഇതും കണക്കാ. ടാലിയാവുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരുടെ ഭാഷയിലും 10ൻ്റെ കണക്ക് വന്നോന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? സിമ്പിളാ ഉത്തരം. എല്ലാ ഭാഷയിലുള്ള മനുഷ്യരും എണ്ണം പഠിച്ചത് സ്വന്തം വിരലിൽ എണ്ണീട്ടാ. എല്ലാവർക്കും 10 വിരലാണ്, അല്ലേ? എല്ലാവർക്കും, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും 10 വിരള. എല്ലാത്തിനും 2 കണ്ണ, എല്ലാത്തിനും 2 കാത, എല്ലാത്തിനും മൂക്കിന് 2 ദ്വാര. ദൈവങ്ങൾ പല മൂലക്കുന്ന് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ? യഹോവ ഉണ്ടാക്കിയ യഹൂദനും 2 മൂക്കിന് 2 ദ്വാരം, ബ്രഹ്മാവ് ഉണ്ടാക്കിയ ഹിന്ദുവിനും 2 ദ്വാരം, കർത്താവ് ഉണ്ടാക്കിയ ക്രിസ്ത്യാനിക്കും 2 ദ്വാരം, അള്ളാഹു ഉണ്ടാക്കിയ മുസ്ലിമിനും 2 ദ്വാരം മൂക്കിന്. ഏതെങ്കിലും ഒരു ദൈവം 3 ദ്വാരമുള്ള മൂക്കുണ്ടാക്കിയോ? ഇല്ലല്ലോ. എല്ലാവർക്കും 2. എന്തേ? എങ്ങനെ? ഇത് യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ബ്രഹ്മാവ് അതേ മോഡലിൽ ഹിന്ദുക്കളെ ഉണ്ടാക്കി. എന്നിട്ട് ബ്രഹ്മാവ് അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തു. അത് കണ്ടിട്ട് കർത്താവ് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. അത് മെസ്സഞ്ചറിൽ അള്ളാഹുവിന് അയച്ചു കൊടുത്തു. പണ്ട് കർത്താവും അള്ളാഹുവും ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം വന്നപ്പോൾ ഇവർ തെറ്റി. മനസ്സിലായോ? ആ മെസ്സഞ്ചറിന് ഡൗൺലോഡ് ചെയ്തിട്ട് അള്ളാഹു മുസ്ലിങ്ങളെ ഉണ്ടാക്കി എന്ന് ആരെങ്കിലും പറയോ? ഇല്ല.
അപ്പൊ എന്താ അതിൽ നിന്ന് മനസ്സിലാവുണ്ട്? ഉള്ളൂരസ് പരമേശ്വരയ്യരുടെ വരികൾ ഓർക്കുക. ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ഒറ്റ തറവാട്ടുകാരാണ് നമ്മൾ ഭൂമിയിൽ. ഇതാണ് ഗുരു സിമ്പിളായി പറഞ്ഞത്. ഒരു ജാതി പിടികിട്ടിയോ? ഒരു മതം, മനസ്സിലായോ? ഒരു ദൈവം എന്ന് പറഞ്ഞത് പിടികിട്ടിയ അതിൻ്റെ അർത്ഥം? എത്ര വലിയ കണക്കിനെയാണ് ഗുരുദേവൻ സിമ്പിളായിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പക്ഷേ ഓരോ ആളും പറഞ്ഞു എന്നാ പിന്നെ എൻ്റെ ജാതി ആയിക്കോട്ടെ, അത് എൻ്റെ മതാട്ടെ. ഇപ്പൊ കേരളത്തിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു പാർട്ടി മതി എന്ന് തീരുമാനിച്ചു എല്ലാവരും. അപ്പൊ എന്താ ഉണ്ടാവുക? നടക്കുമോ? കോൺഗ്രസ്സുകാർ പറയും അത് നമ്മളെ പാർട്ടി, ബാക്കി എല്ലാവരും ഇതിൽ ചേർന്നോ. കമ്മ്യൂണിസ്റ്റുകാർ പറയും എല്ലാവരും നമ്മളെ ചേർന്നോ. BJP-ക്കാർ പറയൂ നമ്മളെ ചേർന്നോ. കേരള കോൺഗ്രസ് പറയും നമ്മളെ ചേർന്നോ. നടക്കുമോ? ഇല്ല. അപ്പോൾ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എൻ്റെ മതം എന്നല്ലേ എല്ലാവരും വിചാരിക്കുക. അപ്പോൾ അത് നടക്കൂല എന്ന് ബോധ്യമായപ്പോൾ ശ്രീനാരായണ ഗുരു ഒന്നും കൂടി പറഞ്ഞു. എന്താ? നീ ഏതോ മതമായിക്കോട്ടെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അത് പ്രാക്ടിക്കലാ, അത് പ്രായോഗികമാണ്. മനുഷ്യൻ മതത്തിൻ്റെ ലക്ഷ്യം എന്താ? മറ്റൊരു മതത്തെ വെറുക്കലും തോൽപ്പിക്കലുമാണോ? വെറുക്കാൻ മതം വേണോ? ദൈവം വേണോ? മതത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വെറുപ്പ് പോലെ ലോകത്തെ വിഡ്ഢിത്തം വേറെയില്ല. കാരണം മതങ്ങൾ ഉണ്ടാക്കിയത് അടിക്കാനല്ല അടുക്കാനാണ്. മതങ്ങൾ ഉണ്ടാക്കിയത് അടിക്കാനല്ല അടുക്കാനാണ്. എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ്, അല്ലേ? പല മതസാരമേകമാണെന്ന് ഗുരു അതാണ് പറഞ്ഞത്. പല മതസാരമേകമാണ്. എന്താണ് ഹിന്ദുക്കളെ സൃഷ്ടിച്ചത്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്ന് എഴുതുമ്പോൾ ഏതൊക്കെ അക്ഷരമുണ്ട്? ബ്രായില്ലേ, ഹായില്ലേ, മായില്ലേ? ബ്ര ഹ മാ ചേർന്നല്ലേ ബ്രഹ്മാവ്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആള് യേശുവിനേക്കാൾ മുമ്പ് ഒരാളുണ്ട്, അറിയാവോ? യേശുവിനെ പുകഴ്ത്തുന്ന ഒരു പാട്ടിൽ പറയുന്നില്ലേ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ. അബ്രഹാം പ്രവാചകനാണ് ആദ്യം. അബ്രഹാം എന്ന് എഴുതുമ്പോൾ അതിലുണ്ട് ബ്ര ഹ മാ ഇല്ലേ? ബ്രാഹാമ ഇല്ലേ അബ്രഹാമിൽ? ഇനി ക്രിസ്ത്യാനികളുടെ വലിയ ആളാരാ? അല്ല, മുസ്ലിങ്ങളുടെ വലിയ ആള് നബി ഏതാ? നബിയുടെ പേര് പിറവിയേക്കാൾ പ്രധാനപ്പെട്ട പെരുന്നാൾ ബലിപെരുന്നാളാ. ബലിപെരുന്നാൾ എന്താ? ബക്രീദാ. ബക്രീ എന്ന് പറഞ്ഞാൽ ആട്. ആടിനെ ബലിയർപ്പിച്ച ഈദാണ് ബക്രീദ്. ആ ബക്രീദിന്റെ ആളാരാ? ഇബ്രാഹിം നബി തൻ്റെ പുത്രനായ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ അള്ളാഹുവിൻ്റെ അരുളപ്പാടിലെ പോയി. അപ്പോൾ അറുക്കാൻ നോക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, നീ മകന് പകരം ഒരാടിനെ പരീക്ഷിച്ച മകനെ തന്നെ കൊടുക്കാൻ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ തയ്യാറാവുമെന്ന് നോക്കിയതാ. അപ്പോൾ മകനെ ബലിയർപ്പിക്കുന്ന അവസ്ഥയിൽ വന്നപ്പോൾ മകൻ വേണ്ട, ഒരാടിനെ ബലിയർപ്പിച്ചാൽ മതി. അതാ ആടിനെ ബലിയർപ്പിച്ച ബക്രീദ്. അത് ബലിയർപ്പിച്ച ആളാരാ? ഇബ്രാഹിം നബി. ഇബ്രാഹിം അതിലും ഇല്ലേ ബ്ര ഹ മ ഇല്ലേ? അപ്പോൾ എല്ലാറ്റിലും ഒന്നല്ലേ? ഇത് പല നാട്ടിൽ പല ദൈവങ്ങൾ ഉണ്ടായത് എൻ്റെ നാട്ടിലെ കാരാപ്പീരി പോലെ ഭാഷകൾ പലതായതുകൊണ്ടാണ്. എൻ്റെ നാട്ടിലൊരു പച്ചക്കറി ഉണ്ട്, അതിൻ്റെ പേര് കാരാപ്പീരി എന്നാണ്. നിങ്ങൾക്ക് ആർക്കുമ്പോൾ അറിയാവോ അത്? ഇല്ലല്ലോ, നിങ്ങൾക്കറിയില്ല. എൻ്റെ നാട്ടിൽ തന്നെ 3 പേരുണ്ട് അതിന്. ഒന്ന് പൊട്ടിക്കാന്ന് പേര് ചില നാട്ടിൽ അതിന് താലോലിക്കാന്ന് പേര്, ചില നാട്ടിൽ അതിന് പീച്ചിങ്ങാന്ന് പറയും. നിങ്ങളുടെ പീച്ചിങ്ങയില്ലേ? ചില നാട്ടിൽ അതിന് ഞരമ്പെന്ന് പറയും. അതിൻ്റെ ഞരമ്പെല്ലാം പുറത്താ. ഈ വെയ്ക്കോസിൽ വെയിനുള്ള ആളെ കാല് പോലെ ഉണ്ടാകും, ഞരമ്പ് പുറത്താ. മനസ്സിലായോ? അപ്പം ഞരമ്പനെന്ന് ചില നാട്ടിലും പീച്ചിങ്ങ എന്ന് നിങ്ങളും പൊട്ടിക്ക എന്ന് കണ്ണൂരും കാരാപ്പീരി എന്ന് കൂത്തുപറമ്പിലും താലോലിക്ക എന്ന് കാസർഗോഡും പറയുന്ന സാധനം ഒന്നല്ലേ? പല നാട്ടിൽ ദൈവത്തിന് പല പേര് വരാൻ കാരണം എന്താണെന്നറിയോ? പല നാട്ടിൽ ഭാഷകൾ പലതായതുകൊണ്ട്. നമുക്ക് തല എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഹെഡ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നു, ശീർഷ എന്ന് സംസ്കൃതത്തിൽ പറയുന്നു, ഷിർ എന്ന് ഹിന്ദിയിൽ പറയുന്നു, അല്ലേ? അത്രയേ ഉള്ളൂ. ശ്രീ എന്ന വാക്ക് സംസ്കൃതമാണ്, അതിന് അറബിയിൽ ശ്രീ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നതാണ് അൽ. ദൈവം എന്നതിന് സംസ്കൃതത്തിൽ കൃഷ്ണനെന്നും രാമനെന്നും പറയും. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ.
എന്ന അറബിയിൽ ഇലാഹ് എന്ന് പറയും. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്നതിന് അറബിയിൽ അൽ ഇലാഹ് എന്ന് പറയും. അതാണ് അല്ലാഹ്. മനസ്സിലായോ? അവർക്ക് സംസ്കൃതം അറിയാത്ത അവരുടെ കുറ്റാണോ? നമുക്ക് അറബി അറിയാത്ത നമ്മുടെ കുറ്റാണോ? അല്ല. അപ്പോൾ ഇതെല്ലാം പല നാട്ടിൽ പല ഭാഷകളിൽ ഉപയോഗിക്കുന്ന പദം ഒന്നല്ലേ? ഈ ഒന്നാണ്. ഈ സത്യം തിരിച്ചറിയുവാനാണ് ഗുരു നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നീ സത്യം, ജ്ഞാനം, ആനന്ദം. ആനന്ദമാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. എന്താനന്ദമാണ്? സച്ചിദാനന്ദം. എന്താ ഈ സച്ചിദാനന്ദം? 3 വാക്കുകൾ ചേർന്നതാണ് സച്ചിദാനന്ദം. ഒന്ന് സത്ത്. സത്താണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അസത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര. എന്താ അസത്തും സത്യവും തമ്മിലുള്ള വ്യത്യാസം? മാറ്റത്തിന് വിധേയമാകുന്നതെല്ലാം അസത്താൻ, മാറാതെ നിൽക്കുന്നത് സത്താൻ. നിങ്ങളുടെ ശരീരം അസത്താൻ, പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ജീവനോ സത്താൻ. ഈ ജീവൻ എവിടെയും പോകുന്നില്ല. നമ്മുടെ ശരീരം പോവും, സത്ത് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കും. ആ സത്തില്ലെങ്കിൽ ഇത് അസത്തല്ലേ? നിങ്ങളെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കുളിച്ചില്ലേ? എല്ലാവരും മുടി ചീകിയില്ലേ? പൊട്ട് തൊട്ടില്ലേ? പൗഡർ ഇട്ടില്ലേ? അങ്ങനെ കൊണ്ടുവന്ന ഈ നിങ്ങളുടെ വിശിഷ്ടമായ കണ്ണാടിയിൽ നോക്കി സുന്ദരനും സുന്ദരിയാക്കിയ തലയുണ്ടല്ലോ, ഈ തല 100 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? നോക്കിയോ, എവിടെ ഉണ്ടാവും? തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാനുഴറിയ നീയോം വിലപിടിയാതൊരു തലയോടായി മാറൂലേ? ഈ തത്വം പഠിക്കണം. ആത്മവിദ്യാലയമേ, ഉള്ളിൽ നോക്കി പഠിക്കണം. പക്ഷിമൃഗാദികൾക്ക് പുറത്തേ നോക്കൂ, മനുഷ്യനാണ് ഉള്ളിൽ നോക്കിയത്. പുറത്ത് കോളേജും ക്യാമ്പസും യൂണിവേഴ്സിറ്റിയും ഒന്നും ഇല്ലാതെ, കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ലാബറട്ടറി ഇല്ലാത്ത കാലത്ത് ഉള്ളിലേക്ക് നോക്കിയിട്ട് എഴുതി വെച്ച രാമായണം പോലത്തെ, മഹാഭാരതം പോലത്തെ, ഉപനിഷത്ത് പോലത്തെ ഒന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടാ? ഇല്ലല്ലോ. അന്ന് എഴുതിയ പോലെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. പുറത്ത് ഇത്ര അറിവുണ്ടായിട്ടെന്താ? കാരണം ഏറ്റവും വലിയ വിദ്യ ഏതാ? ആത്മവിദ്യ. ഉള്ളിലേക്ക് നോക്കി പഠിക്കണം. ഇങ്ങോട്ടാണ്. ഇതിവിടെയാ ദൈവം, ഇങ്ങോട്ടാണ് ദൈവം. ഇവിടെയുള്ള വെളിച്ചത്തെ ഖനനം ചെയ്തെടുക്കലാണ് വിദ്യാഭ്യാസം. എൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലും മഠത്തിലും പോയിട്ട് തൊഴുന്നത്. എന്തിനാ? തൊഴുമ്പോൾ നട തുറക്കാൻ കാത്തു നിൽക്കുന്നില്ല അമ്പലത്തിൽ. നട തുറക്കാൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലായിടത്തും ദൈവം കാണൂലേ? പിന്നെ ഈ അമ്പലത്തിൻ്റെ അകത്തേ ദൈവമുള്ളൂ. ഈശാവാസ്യം ഇതം സർവമെന്നല്ലേ? ദൈവം എല്ലായിടത്തും കുടികൊള്ളുന്നല്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അത് ഈശാവാസ്യോപനിഷത്താ. അങ്ങനെയുള്ള ദൈവത്തിന് പിന്നെ നട തുറക്കാൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? നട തുറക്കുന്നത് ദൈവം നമ്മളെ കാണാനാണെന്ന് ധരിക്കരുത്. നോ, നട തുറക്കുന്നത് ആ വിളക്കില്ലേ, ശ്രീകോവിലിൽ കത്തിച്ചു വെച്ച വിളക്കില്ലേ, ആ വിളക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വെളിച്ചം ഏറ്റുവാങ്ങാനാ. അതെന്റെ പ്രക്രിയ എന്താ? കയ്യിലെ വിരളേതാ പ്രധാനപ്പെട്ടത്? ഏത് വിരളാ പ്രധാനപ്പെട്ടത്? ലൈക്കടിക്കുന്ന വിരൽ ഇതല്ലേ? ഈ വിരലിൻ്റെ ഈ നാട്ടിലെന്താ പേര് പറയാ? തള്ള വിരൽ എന്നല്ലേ? തള്ള. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, ബാക്കി 4 മെമ്പർമാരാ. ഇതാണ് പ്രധാനി അല്ലേ? ഈ വിരലിനെ നമ്മൾ ദൈവം അല്ലേ പ്രധാനം? ഇങ്ങനെയല്ലേ തൊഴണ്ടേ? ആ വിരൽ ദൈവത്തിനെ കൊള്ള ചൂണ്ടണ്ടേ? ഇങ്ങനെ തൊഴണ്ടേ? പിന്നെ ഇതിനെ ഇങ്ങനെ തൊഴുന്നേ? ആ വിരൽ ഇങ്ങോട്ട്. എന്തിനാ തൊഴല്? അമ്പലത്തിലെ വെളിച്ചം ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങല. അതാണ് തൊഴുന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഏറ്റുവാങ്ങിയാൽ ഇവിടെ മതിയോ? വികാരങ്ങളിൽ മാത്രം വെളിച്ചം മതിയോ? ചിന്തയിലും വേണം. അതുകൊണ്ടാണ് തൊഴുത് കഴിഞ്ഞാൽ ആ വെളിച്ചത്തിന് ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുക്കുന്ന നാട്ടിലാണ്. മനസ്സിലായോ? മേലേക്കാവിലും താഴേക്കാവിലും ഇവിടെയാ. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങുമല്ലോ. പ്രസാദം വാങ്ങും. പ്രസാദം വാങ്ങിയിട്ട് നെറ്റി തൊടുന്നതിന് മുമ്പ് അതിലെന്താ ചേർക്കുക? ക്ഷേത്രക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം ചേർക്കുമല്ലേ? ചാലിച്ച് ചേർക്കുമല്ലോ. അതിൽ ചേർക്കേണ്ട എന്താണെന്ന് 60 കൊല്ലമായിട്ട് ആ യേശുദാസ് നിങ്ങൾക്ക് പാടിത്തന്നിട്ട് നിങ്ങൾ ചേർത്തോ? വയലാർ രാമോർമ്മ എഴുതിയിട്ട് യേശുദാസ് പാടി തന്നിട്ടുണ്ട്. എന്താ അത്?
ശബരിമലയിൽ തങ്കസൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. അടുത്ത വരി എന്താ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. മനസ്സിലായോ? നെഞ്ചിലെ വെളിച്ചത്തിൻ്റെ കതിരെടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ എൻ്റെ ഉള്ളിലുള്ള വെളിച്ചമാണ് ഈ തൊട്ടത്. മനസ്സിലായോ? ഇവിടെ നെറ്റിയിൽ തൊട്ടാൽ എൻ്റെ ചിന്തകളിൽ വെളിച്ചമുണ്ട്, ദുഷ്ടതയില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ് തൊടുന്നത്. ഇതും തൊട്ടിട്ട് ദുഷ്ടത ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവ കോപമാണ് ഉണ്ടാകുക. അത് പിന്നെ ഇവിടെയും തൊടുന്നുണ്ടല്ലോ. ഇവിടെ തൊട്ടാൽ എൻ്റെ വികാരങ്ങളിൽ വെളിച്ചമാണെന്നാ. അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ഇതും തൊട്ടിട്ട് ഏതാ പെണ്ണിനെ നോക്കി നിന്നാൽ പോയി വികാരം വൃത്തികേടായി. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ഇത് വികാരങ്ങളിൽ വെളിച്ചമുണ്ടെന്നാ. പിന്നെ ഇവിടെ തൊടുന്നില്ലേ? കണ്ഠത്തിൽ നിന്നാണല്ലോ വാക്കുണ്ടാവുന്നത്. കണ്ഠ്യം, ശബ്ദം ഉത്ഭവിക്കുന്നത് കണ്ഠത്തു നിന്നല്ലേ? ക്ക് എന്ന ഒച്ച വായിലൂടെ പുറത്തു വരുന്നതാണല്ലോ വാക്ക്. വാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? വായിലൂടെ ക്ക് പുറത്തു വരുന്നത് വാക്ക്. ഈ വാക്കുകളിൽ വെളിച്ചമുണ്ട് എന്നാ. ഇവിടെ തൊട്ട അർത്ഥം എൻ്റെ വാക്കുകൾ ഒരു തോന്നിയാസം പറയരുത് ഇത് തൊട്ടാൽ. മനസ്സിലായോ? എൻ്റെ വാക്കുകൾ ഒരാളെ കുറ്റം പറയരുത്, വെളിച്ചമുണ്ടെന്നാ. പിന്നെ ഇവിടെയും തൊടുന്നില്ലേ? എന്തിനാ ഇവിടെയും തൊടുന്നേ? കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെളിച്ചമുണ്ട്, ഒരു ദുഷ്ടപ്രവൃത്തിയും ചെയ്യരുതെന്നാ. അപ്പൊ മനസാ വാച കർമ്മണ വെളിച്ചം മാത്രം ഉണ്ടാക്കുന്നവൻ, അതാണ് ഈ പ്രസാദം തൊട്ടവൻ. മനസ്സിലായോ? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. വാക്കുകൾ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാ കുഴപ്പവും ഉണ്ടാവുന്നത്. നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടോ? ദൈവമേ കൈതൊഴാം കാക്കുമാറാകണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം, നല്ലതു ചൊല്ലുവാൻ ത്രാണിയുണ്ടാകണം. അല്ലേ? വാക്കുകൾ നല്ല വാക്കാവണം. നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്കുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ടി വിയും മൊബൈൽ ഫോണും എല്ലാം പൂട്ടി ദൂരത്ത് വെച്ചിട്ട് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും കൊച്ചുമക്കളും വട്ടത്തിലിരുന്ന് നല്ല വർത്തമാനം പറയാറുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംസ്കാരം പുഷ്പിക്കും, പ്രബുദ്ധതയുണ്ടാകും. ഉണ്ടോ? വീട്ടിലെല്ലാവരും ഉള്ളവരെയിൽ എല്ലാവരുടെ കൈമലും ഇടത്തെ കൈമലും ഫോണുണ്ടാവും. അല്ലേ? ടി വിയും തിന്നുമ്പം വരെ ടി വിയും തുറന്ന് വെക്കും. അല്ലേ? അല്ലെങ്കിൽ ഇടത്തെ കൈമൽ ഫോണും നോക്കിയിട്ടാണ് തിന്നുക. ടി വി കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ. എന്ത്? ഭക്ഷണം കഴിക്കൽ. ഒരു റേഡിയോ വാങ്ങി വെച്ച് നോക്കൂ. റേഡിയോ കേൾക്കുമ്പോൾ എന്ത് പണിയെടുക്കാം, അല്ലേ? ഒരു ഉപദ്രവവും ഇല്ല. പക്ഷെ ടി വി കാണുമ്പോൾ ഇതേ കഴിയൂ. അതിന് കാരണം കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്: വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടല്ലേ? നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി. അപ്പോൾ കരണ്ട് പോയിട്ട് ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചിനോ? ഇല്ലല്ലോ. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടാ. അപ്പോൾ ടി വി കണ്ടുകൊണ്ട് ഇതങ്ങ് നടക്കും. അതിൻ്റെ ഇടയിൽ ഭക്ഷണത്തിൽ കൂറ വീണാൽ അത് മുളകാന്ന് വിചാരിച്ചിട്ട് കൂട്ടുകയും ചെയ്യും. അല്ലേ? എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വിയും മൊബൈൽ ഫോണും പൂട്ടണം. അശ്രീകരമാണത്. മനസ്സിലായോ? വീട്ടിലെല്ലാവരും വർത്തമാനം പറയുമ്പോൾ കയ്യിൽ ഫോൺ ഉണ്ടാവരുത്. അതെവിടെയെങ്കിലും റൂമിൽ പൂട്ടിയിടുക. എന്നിട്ട് പരസ്പരം മുഖത്തു നോക്കി സംസാരിക്കുക. അവിടെ നല്ലതേ പറയാവൂ. അതാരാ റോഡിലൂടെ പോകുന്നത്? അത് കുമാരനാ, മഹാവൃത്തികെട്ടോനാ, ഓൻ്റെ ദോഷമെല്ലാം പറഞ്ഞു. പിന്നെ ആരാ പോകുന്നത്? ബഷീർ, ഓൻ അതിലും മോശ. സബാസ്റ്റ്യനോ തീരെ പോക്കാ. അല്ലേ? പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റോ മഹാബദ്ധം. MLA അയ്യോ. മന്ത്രിമാരോ മഹാപോക്ക്. മുഖ്യമന്ത്രി ഭീകരൻ. പ്രധാനമന്ത്രി അതിലും ഭീകരൻ. എല്ലാവരും മോശ. ലോകത്തൊരാളേ ഉള്ളൂ നല്ല. അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകൾ കേട്ട് നമ്മുടെ കുട്ടികൾക്കൊരു സ്വഭാവം രൂപപ്പെടുന്നുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഇത് നമ്മുടെ പുതിയ തലമുറയുടെ ഭാവമാണ്. ഈ ശരിയിൽ നിന്ന് എന്തെല്ലാം തെറ്റുണ്ടാവുന്നു നിങ്ങളറിയോ? ഞാൻ മാത്രം ശരി അവിടെ നിൽക്കില്ല. എൻ്റെ ജാതി മാത്രം ശരി, എൻ്റെ മതം മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ രാജ്യം മാത്രം ശരി.
എൻ്റെ പാർട്ടി മാത്രം ശരി. ഈ ശരി കൊണ്ടാണ് എല്ലാ കലാപവും ഉണ്ടാവുന്നല്ലേ. ഇതാരാ പഠിപ്പിച്ചു വിടുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് കുറ്റവും കുറവും പറയലാണ്. എന്നാൽ പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. സുഗതകുമാരി ടീച്ചറുടെ വരികൾ ഓർക്ക്. ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല പൂന്തോട്ടങ്ങളില്ലേ? ഭൂമിദേവിയുടെ ആഭരണങ്ങളെ കാണാൻ പഠിപ്പിക്കൂ നമ്മുടെ കുട്ടികളെ. ഭൂമിദേവിക്ക് 3 ആഭരണങ്ങളുണ്ട്, അറിയാവോ? അത് നിങ്ങളുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കാറുണ്ടോ? സ്വർണവും വെള്ളിയൊന്നുമല്ല. 1 പ്രഭാതം, 2 പൂക്കൾ, 3 കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി. ഭൂമിദേവിയുടെ 3 ആഭരണങ്ങൾ പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ. പിഞ്ചു ഹൃദയം ദേവാലയം മണിക്കൊഞ്ചലാക്കോവിൽ മണിനാദം പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ആ പ്രഭാതം കാണുന്നില്ല നമ്മളെ കുട്ടികളിപ്പോ. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും നിങ്ങളും ഇപ്പൊ കണി കാണുന്ന സാധനം എന്താന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ സമ്മതിക്കൂല, ദേഷ്യം വരണ്ട എന്നോട്. സത്യം ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാ ഭൂരിപക്ഷം ഇവിടെ ഇരിക്കുന്ന 90% ആളും ഇന്ന് കണി കണ്ടത് ക്ലോസറ്റായിരിക്കും അല്ലേ? നേരെ ടോയ്ലറ്റിലാണ് പോവുക. പണ്ടത്തെ തലമുറ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? എന്താ ചെയ്യാന്നറിയോ? അറിയാവോ? എനിക്ക് പേടിയുണ്ട് ഇത് ചോദിക്കാൻ. ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം മുന്നിലത്തെ വാതിൽ തുറക്കുക എന്നാണ്. കഴിഞ്ഞ ദിവസം ഇത് ചോദിച്ചിട്ട് ഞാൻ കുടുങ്ങിപ്പോയി. രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, രാവിലെ ചെയ്യുന്ന ആദ്യത്തെ പണി ലുങ്കി തപ്പലാന്ന്. ഇതല്ല ഇനി പറഞ്ഞു പോയിട്ടുണ്ട്, അത് തപ്പലാണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യം പൊളിഞ്ഞുപോയി. വാതിൽ തുറക്കണ്ടേ? വാതിൽ തുറന്നിട്ട് വീട്ടിൻ്റെ അകത്ത് ഓക്സിജൻ വലിച്ചു കയറ്റി കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദനമല്ലേ നമ്മൾ ഉറക്കത്തെ പണി. ചില ആൾ ജനറേറ്ററിൻ്റെ ഒച്ചയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുക. കൂർക്കമ്പലി കേട്ടിട്ടില്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്തിട്ട് വീട് ഫ്രഷ് ആവണമെങ്കിൽ സസ്യങ്ങൾ ഉണ്ടാക്കിയത് ഓക്സിജനെ അകത്തേക്ക് സ്വീകരിക്കണ്ടേ? ഏറ്റവും നേരത്തെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന ചെടിയാണ് തുളസി. അതുകൊണ്ടാണ് മുറ്റത്ത് തുളസി നടുന്നത്, മനസ്സിലായോ? വാതിൽ തുറക്കുമ്പോൾ ഓക്സിജൻ നേരെ അകത്തേക്ക് കയറാൻ. പിന്നെ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരമാണ് ആൽമരം. ഈ അമ്പലത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ കുറയല്ലോ. ഓക്സിജൻ കുറയുന്ന കൊണ്ട് അമ്പലത്തിൽ ഓക്സിജൻ ഉണ്ടാക്കാനാണ് തുളസിയും ആൽമരവും അമ്പലത്തിൽ അധികവും നടുന്നത്, മനസ്സിലായോ? അതിൻ്റെ ശാസ്ത്രം അതാണ്, ഓക്സിജൻ ഉണ്ടാക്കാനാണ്. നമ്മളെ വീട്ടിൽ, നമ്മളെ നാട്ടിലൊക്കെ മരണപ്പെട്ട വീട്ടിൽ ഈ ബന്ധുക്കൾക്ക് ഇടയ്ക്ക് ക്ഷീണം വന്നിട്ട് ആശുപത്രി കൊണ്ടുവന്നാണ് കാഴ്ച കാണാം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഓക്സിജൻ കുറഞ്ഞിട്ടാണ്. കാരണം അവർക്ക് നല്ല വെള്ളവും ഭക്ഷണമൊന്നും ഒന്ന് കിട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അവർക്ക് ആകെ കിട്ടുന്ന ഒരു ഓക്സിജനാണ്. എന്നാൽ ഈ ബന്ധുക്കൾ നാട്ടുകാരെല്ലാം വന്നിട്ട് ഈ അകത്ത് പെണ്ണുങ്ങളെല്ലാം കൊണ്ടിട്ട് അകത്ത് വിറകട്ടിയിടുമ്പോൾ അട്ടിയിടും. കേട്ടിനാ? വിറകടുക്കി വെക്കൂലേ? അതുപോലെ അകത്തിങ്ങനെ നിൽക്കും സ്ത്രീകൾ. എന്തിന്? അന്താ പുറത്തിരുന്നൂടെ? നിങ്ങൾ ഈ SNDP യോഗം തീരുമാനം എടുക്കണം. മരണപ്പെട്ട വീട്ടിൽ അടുത്ത ബന്ധുക്കളല്ലാതെ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കാവലിരിക്കുന്നത് മഹാ തെറ്റാണ്. കാരണം ബന്ധുക്കൾക്ക് ആകെ കിട്ടുന്ന, അടുത്ത ബന്ധുക്കൾക്ക് ആകെ കിട്ടുന്ന ഓക്സിജൻ ഈ നാട്ടുകാർ മുഴുവൻ വലിച്ചു തീർത്തു. എന്നിട്ട് ഇവർക്ക് ഓക്സിജൻ പോലും കിട്ടാണ്ട് ശ്വാസം മുട്ടലുണ്ടായിട്ട് ആശുപത്രി കൊണ്ടുപോകും. എന്നിട്ട് അവസാനം കുളിപ്പിച്ച് മുറ്റത്ത് കിടത്തുമ്പോൾ ഉണ്ടാവും അകത്തെ അട്ടി മുഴുവൻ പൊളിച്ചിട്ട് ഇറയത്ത് കൊണ്ടേയിടും. കണ്ടില്ലേ? എന്തിന്? ഈ ബോഡി കുളിപ്പിച്ചിട്ട് സ്റ്റൈൽ കൂടിയോ നോക്കാനോ? ബോഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വെറുതെ തെറ്റായ ശീലങ്ങൾ മാറ്റണം നമ്മൾ. അപ്പം അമ്പലത്തിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ വീട്ടിൻ്റെ അകത്തെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യാൻ വാതിൽ തുറക്ക്. സസ്യങ്ങൾ ഉണ്ടാക്കി ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുക. എന്നിട്ട് നമ്മുടെ കുട്ടികളെ 3 പ്രാക്കളെ കാണിക്കണം. മാടപ്രാവ് അരിപ്രാവിനെയല്ല, 3 പ്രാക്കളുണ്ട്. ആ പ്രാക്കളേതാ? പ്രകാശം, പ്രഭാതം, പ്രകൃതി. അതിനെ കാണിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങൂ. രാവിലെ എഴുന്നേറ്റിട്ട് ഇസ്രായേലിലും ഗാസയിലുള്ള പട്ടാളക്കാർ ചെയ്യുന്ന പണി എടുക്കേണ്ട നിങ്ങൾ. ഇസ്രായേലിലും ഗാസയിലുള്ള പട്ടാളക്കാരുടെ ഇപ്പോഴത്തെ പണി എന്താ? രാവിലെ എണീറ്റാൽ 3 മിസൈൽ തീ കൊടുക്കും. എന്നിട്ട് അവർ പല്ല് വരെ തേക്കാൻ പോകും. ശീലമായിപ്പോയി. മിസൈൽ അയക്കല അവരുടെ പ്രധാന പണി, ആളെ കൊല്ലാൻ. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പണി എന്താ? എഴുന്നേറ്റ ഉടനെ ടിക്ക് 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 3 തീ കൊടുക്കൽ. ഗ്യാസിൻ്റെ അടുപ്പിൽ 3 അടുപ്പുണ്ടാവുമല്ലോ. ടിക്ക് 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 3 അടുപ്പും കത്തിക്കൽ. എന്തിന്? നമ്മുടെ കുട്ടിക്ക് ശരീരത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ. അവനെ ശരീരത്തെ പോറ്റിയിട്ട് എന്തോ കാര്യമുണ്ടോ?
ആടിനെ പോറ്റിയ ഇറച്ചി വിൽക്കാം, കോഴിയെ പോറ്റിയ ഇറച്ചി വിൽക്കാം, പശുവിനെ പോറ്റിയ പശുവിൽ പാല് കറന്ന് വിൽക്കാം. നിങ്ങളുടെ മക്കളെ ശരീരത്തെ പോറ്റിയിട്ട് കറന്ന് വിൽക്കാൻ പറ്റുമോ? ഇറച്ചി വിൽക്കാൻ പറ്റുമോ? ക്രിസ്മസ് വരുന്ന ഇറച്ചിക്ക് ഭയങ്കര വില കൂടും മോനെ, നീ നല്ലോണം തിന്നോ. നിൻ്റെ ചന്തിമൊന്ന് കുറച്ച് അരിഞ്ഞിട്ട് കറി വെക്കാലൊന്ന് വെക്കാൻ പറ്റുമോ? അത് തടിപ്പിച്ചിട്ട് എന്തോ കാര്യമുണ്ടോ? ഈ പിൻഭാഗം തടിപ്പിച്ചിട്ട് കാര്യമുള്ള ഒരൊറ്റൊരാളെ കേരളത്തിലുള്ളൂ. അവരെയാണ് ഇപ്പം എല്ലാ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത്. ആരാന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറയണ്ടല്ലോ. പിൻഭാഗം തടിച്ചതിൻ്റെ ഫോക്കസ് ഇങ്ങനെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് എല്ലാ ഉദ്ഘാടനത്തിനും അവരെയാണ് ഇപ്പോൾ ഒരു നടീനെയാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ശരീരം കൊണ്ടല്ല. മുറ്റത്തേക്കിറങ്ങൂ, പ്രകൃതിയെ കാണൂ, മുറ്റത്ത് വിരിഞ്ഞ് പൂക്കളെ കാണൂ, ആ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കാണൂ. നമ്മുടെ ദൈവവും പൂക്കളുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടില്ലേ? എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ പുഷ്പാർച്ചനയല്ലേ പ്രധാനം? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൗന്ദര്യത്തിൻ്റെ പുഷ്പാർച്ചനകളാണ്. ആ പുഷ്പങ്ങളുടെ സൗന്ദര്യം കാണാനാ മനുഷ്യ നീ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യർ ഭൂമിയിൽ വരുന്നതിന് മുമ്പും കോടാനുകോടി പൂക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ടൊരു മാല കോർക്കാൻ, തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നത് അപ്പോഴാണ്. പൂക്കൾ കൊണ്ട് മാലയുണ്ടാക്കിയത്, പൂക്കൾ കൊണ്ട് മുടി ചൂടുന്നത്, പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത്, പൂക്കളുടെ സൗന്ദര്യം പറ്റി പാട്ടുപാടുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് പാടാൻ ഒരു യേശുദാസ് ഉണ്ടായിരുന്നില്ല. അത് ചിട്ടപ്പെടുത്താൻ ഒരു ജെറി അമൽദേവ് ഉണ്ടായിരുന്നില്ല. അതെഴുതാൻ ഒരു ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വന്നതിന് ശേഷമാണ് ആകാശത്തെ മഴവില്ലിന് 7 നിറമെന്ന് എണ്ണിയത് അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് മാനത്തെ മഴവില്ലേഴു നിറം എൻ മനസ്സിനുള്ളിലെ മാരിവില്ലിൻ 7,700 നിറങ്ങൾ 7,700 എന്ന് പാടാൻ മനുഷ്യൻ വന്നതിന് ശേഷമാണ് കഴിഞ്ഞത്. ഈ നിറങ്ങളെ കാട്ടിക്കൂ, അവിടെ വരുന്ന പൂമ്പാറ്റകളെയും തുമ്പികളെയും കാട്ടിക്കൊടുക്കൂ, പ്രകാശത്തെ ഉൾക്കൊള്ളൂ. അല്ലാതെ നിങ്ങൾ വീട്ടിൽ പൂജാമുറി ഉണ്ടാക്കിയത് കൊണ്ടും ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് വിളക്ക് കത്തിച്ചത് കൊണ്ടും ആധ്യാത്മിക ജ്ഞാനം ഉള്ളിൽ കയറില്ല. കാരണം ആധ്യാത്മികത, സത്യസന്ധത, സ്നേഹബന്ധം, നന്മ, സൗന്ദര്യബോധത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ഇത് മൂന്നും പരസ്പര പൂരിതമാണ്. സത്യം അന്വേഷിക്കലും നന്മ ചെയ്യലും സൗന്ദര്യബോധവും പരസ്പര ബന്ധിതമാണ്. സൗന്ദര്യബോധമില്ലാത്ത ഒരാൾക്ക് സത്യം അന്വേഷിക്കാൻ പറ്റില്ല. സത്യം അന്വേഷിക്കുന്ന ഒരാൾക്കല്ലാതെ നന്മയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത് മൂന്നും പരസ്പര പൂരിതമാണ്. അതുകൊണ്ട് സൗന്ദര്യബോധം ഉണ്ടാക്കണം കുട്ടികൾക്ക്. രാവിലെ പ്രകൃതിയെ, പ്രഭാതത്തെ നോക്കിയിട്ട് പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുതാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ വിടരുകില്ല മുട്ടുകൾ പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല നീ വരാതിരിക്കുകിലെന്ന് കിട്ടുന്ന പാടുമ്പോൾ ഒരു ആനന്ദമുണ്ട്. അതാണ് സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആനന്ദം. അതാ ഗുരുദേവൻ പറഞ്ഞത്, നീ സത്യം ജ്ഞാനം ആനന്ദം. ആ ആനന്ദത്തെയാണ് സച്ചിദാനന്ദം എന്ന് പറയുക. സത്ത് ചിത്ത് ആനന്ദം, ഇതിനെ ചേർക്കാൻ പറ്റണം. ഈ ആനന്ദമാണ് മനുഷ്യൻ്റെ ആനന്ദം. അല്ലാതെ ബിരിയാണി തിന്നുമ്പോൾ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, പൈസ എണ്ണി വെക്കുമ്പോൾ ഉള്ള ആനന്ദമല്ല, അത് ദുശ്ചിതാനന്ദമാണ്. സച്ചിദാനന്ദം ആന്തരികമായ വെളിച്ചം വളർത്തുമ്പോഴാണ് സച്ചിദാനന്ദം ഉണ്ടാകുന്ന. അന്തർമുഖരായ ആനന്ദത്തെ ഖനനം ചെയ്യാൻ പറ്റണം. ആരണ്യാന്തരഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ
ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട്. അവരിലെ ചൈതന്യമാണ് നമ്മുടെ ദർശനം. അരണ്യാന്തരങ്ങളിൽ കാട്ടിനകത്ത്, ഗഹ്വരോദരങ്ങളിൽ ഗുഹയ്ക്കകത്ത്, സിന്ധു നദിയുടെ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നു അന്തർമുഖരായിരുന്നിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പരിണാമങ്ങളുടെ, മാറ്റങ്ങളുടെ, സർഗാത്മകതയുടെ സത്ത് സാരം എന്തെന്ന് തേടി ഖനനം ചെയ്തെടുത്ത ദർശനമാണ് നമ്മുടെ ദർശനം. ആ ദർശനം നമ്മൾക്ക് പഠിക്കണം. അതാണ് വിദ്യ നേടി പ്രബുദ്ധരാവുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ ആവരുത്. പിന്നെ എല്ലാറ്റിനും കുറ്റം, കുട്ടികൾക്ക് എന്തിനും കുറ്റം. 50-45 മാർക്ക് വാങ്ങി വന്നാൽ കിട്ടാത്ത 5 ഏതാ തെറ്റിച്ച് അതാ അറിയേണ്ടത്. കിട്ടാത്ത 5-നാ വില, കിട്ടിയ 45-ന് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കില്ല, കിട്ടാത്ത 5-ന് ശകാരം. എല്ലാറ്റിനും കുറ്റപ്പെടുത്തി കുട്ടിക്ക് തോന്നുകയാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? പറയുന്ന കേട്ടോന്ന് അവൻ്റെ അമ്മയോട് പറയുന്ന കേട്ടോന്ന്. ഇത് കേട്ട് കുട്ടികൾ പറയാണ്. കുട്ടികളുടെ ഭാവം എന്താ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എന്നൊന്നിനും കൊള്ളൂല, നിങ്ങൾ വലിയ ആൾ. അപകർഷതാബോധം ഉണ്ടാവുക കുട്ടിക്ക്. മൂന്നാമത്തെ ഒരു ടീമുണ്ട് കേട്ടോ. അവർ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത് നമ്മുടെ നാട് കലിയുഗത്തിലേക്കുള്ള യാത്രയുടെ ലക്ഷണമാണ്. അതാരാ മൂന്നാമത്തെ ടീം? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്കാ, നിങ്ങളും പോക്കാ, എല്ലാം പോക്കാ, നന്നാവില്ല. എന്തിനോടും പുച്ഛം, പരപുച്ഛയും അഭ്യസൂയയും കരളിൽ കുടിവെക്കുന്ന പൗരികളായി മാറുന്നു. സീതയുടെ വാക്കുകളാണിത്. പരപുച്ഛവും അഭ്യസൂയയും, എല്ലാവരോടും പുച്ഛം, ആരെങ്കിലും നന്നാന്ന് കണ്ട അസൂയ, അത് കരളിൽ കുടിവെച്ചവരുടെ എണ്ണമാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. കുമാരനാശാൻ്റെ വരികളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ള ഭാവവും തെറ്റാണ്. എന്തായിരിക്കണം നമ്മുടെ ഭാവം? നമ്മുടെ കുട്ടികൾക്ക് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും കുഴപ്പമില്ല, നീയും കുഴപ്പമില്ല. അഹം ബ്രഹ്മാസ്മി തത്വമസി. ഞാനും കുഴപ്പമില്ല, നീയും നല്ലത്, ഞാനും നല്ലത്. ഈ ഭാവം ഉണർത്തിയെടുക്കാൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടേ? നിങ്ങൾ ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും കീർത്തനവും പാടിയാൽ പോരാ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം സോഫ്റ്റനാവണം. എങ്ങനെയാണ് സോഫ്റ്റനാക്കുക? ചപ്പാത്തി സോഫ്റ്റനാക്കാൻ പഞ്ചസാരയിട്ട് മാവ് കുഴച്ചാൽ മതി. ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ തലേ ദിവസം തേങ്ങ വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി. പല സൂത്രവും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ചപ്പാത്തി ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ, ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ വേണ്ടേ? ആശയവിനിമയം സോഫ്റ്റനാക്കണം. സോഫ്റ്റൻ്റെ സ്പെല്ലിംഗ് എന്താ? SOFTEN. ഇതിനെല്ലാം ഓരോ അക്ഷരത്തിന് ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരാം. അത് പറഞ്ഞു തന്നാൽ നിങ്ങളുടെ കുട്ടികളെല്ലാം ഗുരു പറഞ്ഞ ദർശനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കും. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്, പുഞ്ചിരിക്കുക എന്നാണ്. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനല്ലേ. ചിരിക്കാതിരിക്കുന്നവൻ്റെ അവസ്ഥ ആലോചിച്ച് കേട്ടെ. ചിരിക്കാനാ മനുഷ്യൻ വന്നത്, ചിരിക്കാനാ. മസിൽ പിടിച്ചിരുന്നിട്ട് നിങ്ങൾ നോക്കിയാട്ടെ, സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവല്ലേ, പുരുഷന്മാർക്ക് കൂടുതൽ. എന്തുകൊണ്ടാണ്? സ്ത്രീകൾ നന്നായി ചിരിക്കുകയും ചെയ്യും, നന്നായി കരയുകയും ചെയ്യും. എൻ്റെ നാട്ടിലൊക്കെ ഒരു മരണപ്പെട്ട വീട്ടിൽ 5 ട്രിപ്പ് സ്ത്രീകൾ കരയും. മരിച്ച ഉടനെ കരഞ്ഞു. എന്നിട്ട് സമാധാനമായി കട്ടൻ കാപ്പിയും കുടിച്ചിരിക്കുമ്പോൾ അനിയത്തി വന്നു. ഓള് കരയുമ്പോൾ കൂടെ കരഞ്ഞു കൊടുക്കണ്ടേ കുറച്ച് നേരം? അത് കഴിഞ്ഞിട്ട് സഹോദരൻ വന്നു. അവനെ കാണുമ്പോൾ ഒന്ന് കരയണ്ടേ? അവസാനം കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു, കരഞ്ഞു. കുളിയിലേക്ക് എടുക്കുമ്പോൾ ഒന്ന് കരഞ്ഞു. 5 ട്രിപ്പായി. പുരുഷന്മാർക്ക് എന്താ സങ്കടമൊക്കെ വരൂലേ? സങ്കടത്തിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ സങ്കടം പ്രകടിപ്പിക്കാൻ നമുക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കണ്ണിന്ന് വെള്ളം ഒഴുക്കുക. പക്ഷേ സൃഷ്ടിയിൽ പറ്റിയൊരബദ്ധം, കണ്ണിനും മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ മൂക്കിൻ്റെ ഗേറ്റും തുറക്കും. അപ്പോൾ മൂക്കിലൂടെ വെള്ളം വരും. അപ്പോൾ വലിച്ച് കയറ്റുമ്പോൾ ആളറിയും കരയുന്നുണ്ടെന്ന്. അപ്പോൾ SNDUPൻ്റെ സെക്രട്ടറി എന്തിനാ, പ്രസിഡൻറ്റ് എന്നാടാ കരയുന്നെന്ന് ആൾ വിചാരിച്ചിട്ട് വലിയ ആളുകൾ, ആണുങ്ങളെന്ത് ചെയ്യും? കരച്ചിൽ വന്നാൽ കരയാതെ വിഴുങ്ങും, നെഞ്ച് കെട്ടി ചത്തുപോകും. മനസ്സിലായോ? കരയണം, കരയേണ്ടടുത്ത് കരയണം, ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം. വേണ്ടേ? സ്മൈൽ, പുഞ്ചിരിക്കുക. വീട് പുഞ്ചിരിക്കുന്നതാണ് മുന്നിലത്തെ വാതിൽ തുറക്കുന്നത്. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? പ്ലാവും വന്ന് വീണ കൂഴച്ചക്ക പോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് വരിക. നോ, നിങ്ങൾ ഹൃദയം തുറന്ന് ചിരിച്ചു കൊണ്ടുണരുക. പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും ചേർക്കുക. അതാണ് സ്മൈൽ.
ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറക്കുക. നിങ്ങളുടെ ഹൃദയം കുട്ടികളുടെ മുമ്പിൽ തുറന്നാൽ കുട്ടികളുടെ ഹൃദയം അവരും തുറക്കും. അപ്പം അവരെ ചങ്കിൽ നിങ്ങളും, നിങ്ങളുടെ ചങ്കിൽ അവരും കയറിയാൽ നിങ്ങൾ ചങ്കാവും. നിങ്ങൾ ചങ്കായില്ലെങ്കിൽ കുട്ടികൾ പുറത്തുള്ള ചങ്കിനെ നോക്കിപ്പോവും. മനസ്സിലായോ? പുറത്തുള്ള ചങ്കിനെ നോക്കിപ്പോവും. നിങ്ങൾ ചങ്കാവണവരുടെ. നിങ്ങളെപ്പോഴും ചീത്ത പറയല്ല, ശകാരിക്കാം. പക്ഷേ ശകാരിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിനെ നോവുന്ന വിധത്തിൽ ശകാരിക്കരുത്. എപ്പോഴും കുട്ടികളെ അപമാനിക്കരുത്. നാട്ടുകാരോ ബന്ധുക്കളോ വന്നിട്ട് മോനെങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പഠിപ്പ്, മൊബൈലും കൊണ്ടിരിക്കലല്ലേ എന്ന് പറഞ്ഞ് അപമാനിക്കാൻ നിങ്ങൾക്കെന്ത് അധികാരം? അവനുമില്ല അഭിമാനബോധം. എപ്പോഴും മൊബൈൽ കളിയാ, എപ്പോഴും ഗെയിം കളിയാന്ന് പറഞ്ഞ് കുറ്റം പറയണ്ട. അവൻ്റെ മുഖത്ത് നോക്കി വിമർശിച്ചോ. നാട്ടുകാരുടെ മുന്നിൽ കുട്ടികളെ അപമാനിച്ചിട്ട് ആനന്ദിക്കുന്ന വൃത്തികെട്ട സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് മാറ്റിക്കൊള്ളണം. മക്കളെ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കാൻ ഒരച്ഛനും അമ്മയ്ക്കും അധികാരമില്ല. മനസ്സിലായോ? അവരെ ബഹുമാനിക്കുക. ഹൃദയം തുറന്ന് വർത്തമാനം പറ. ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറക്കൂ. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. അഹന്ത വേണ്ട, മുന്നോട്ട് കുനിയൂ. നമ്മുടെ ശരീരത്തിൽ കാൽമുട്ട് മാത്രമേ പിറകോട്ട് മടക്കാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം മുന്നോട്ട് മടക്കാനാണ്. കാൽമുട്ട് പിറകോട്ട് മടക്കുന്നത് മുന്നോട്ട് നടക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കുട്ടികൾ ഒരു കുട്ടി എൻ്റെ വീട്ടിൽ വരിക. അപ്പം ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. കുനിയൂല, വാ മോനെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടീനെ എടുക്കാൻ പറ്റുമോ? ഞാൻ കുട്ടിയിലേക്ക് താണാലല്ലേ കുട്ടി എന്നിലേക്ക് ഉയരൂ. അതുകൊണ്ട് മുന്നോട്ട് കുനിയൂ, അഹന്ത വേണ്ട. അടുത്തത് ടച്ച്, തൊടണം. കുട്ടികളെയും വയോജനങ്ങളെയും തൊടണം. അവർക്ക് സ്പർശനമാണ്. വയോജനങ്ങൾക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല മരുന്നും നല്ല കിടക്കിയും കൊടുത്താൽ പോരാ. അവർക്ക് വേണ്ടത് അവരുടെ കണ്ണിനും മൂക്കിനും നാക്കിനും കാതിനുമുള്ള പഞ്ചേന്ദ്രിയങ്ങളിൽ 4 പരിഗണിച്ചാൽ പോരാ. പ്രധാനപ്പെട്ട ഇന്ദ്രിയം, മനസ്സിൻ്റെ മതിലായിരിക്കുന്നൊരു ഇന്ദ്രിയമുണ്ട്, ത്വക്ക്, സ്പർശിക്ക്. അവരുടെ ചുമലൊന്ന് കൈവെക്ക്, പുറത്ത് കൈയിട്ടിട്ടൊന്ന് മാന്തി കൊടുക്ക്. പ്രായമുള്ളവർക്കും കുട്ടികളെയും നിങ്ങളോട് അടുപ്പിക്കാൻ ഏറ്റവും നല്ല സൂത്രമാണ്, അതിൻ്റെ മർമ്മമാണ് പുറം കണ്ടുപിടിച്ച് തന്നെ മാന്താനാ. അറിയോ? കൈകൊണ്ട് കാലോണ്ടെല്ലാം നമുക്ക് എന്തെല്ലാം ഉപകാരമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്പേസ് പോകുന്ന ഈ പുറം കൊണ്ട് എന്ത് കാര്യമുള്ളു? അത് ചൊറിയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവിടെ ചൊറിഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. ഏത് കുരുത്തക്കെട്ട കുട്ടിയും പൂച്ചേനെ പോലെ നിന്ന് തരും നിങ്ങളുടെ മുമ്പിൽ. ചൊറിഞ്ഞു കൊടുക്ക്. ടച്ച് വേണം, തൊടണം. കാല് മടിയിൽ വെച്ചൊന്ന് ഒഴിഞ്ഞു കൊടുക്ക് പ്രായമായവർക്ക്. കുട്ടികളുടെ മുടിയിലൂടെ വെള്ളോടിക്ക്. രാവിലെ കുട്ടികളെ വിളിക്കുമ്പോൾ തൊട്ട് വിളിക്കണം, അടുത്തിരുന്നിട്ടേ വിളിക്കാവൂ. ഒരു കൈ മേലെ വെക്ക്. അല്ലാതെ ഭക്ഷണമൊന്നും ആയിട്ടുമില്ല, സ്കൂൾ ബസ് വരേണ്ട സമയമായി, പയ്യനാണെങ്കിൽ എഴുന്നേറ്റിട്ടുമില്ല, എന്താ? നിഷാദമാണ്. രാവിലെ തന്നെ കുട്ടികൾ കേൾക്കുന്ന എന്താ? നിഷാദം. എന്താ നിഷാദം? സപ്തസ്വരങ്ങളിൽ ഉച്ചസ്ഥായി ശബ്ദമാണ് നിഷാദം. നിഷാദം. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദനാരാ? കാട്ടാളൻ്റെ ഒച്ചയാ നിഷാദം. നമ്മുടെ കുട്ടികൾക്ക് നിഷാദത്തിൽ വിളിച്ചാൽ അവൻ കാട്ടാള സ്വഭാവം കാണിക്കും. മോനെ ഒറ്റക്കമ്പീനാദം മാത്രം മൂളും വീണാഗാനം, മോനെ എന്ന് വിളിക്കുക. മനസ്സിലായോ? തൊട്ട് വിളിക്കൂ. ടച്ച്. ഭാര്യയും ഭർത്താവും ടച്ച് ചെയ്യാറുണ്ടോ? ഇരുട്ടത്ത് ടച്ച് ചെയ്യാൻ പാടില്ല, പോരാ. വെളിച്ചത്തിൽ ടച്ച് ചെയ്യാൻ സ്വാതന്ത്ര്യം തന്നതല്ലേ താലി. മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും അടുത്തിരുന്ന് പരസ്പര ബഹുമാനത്തോടെ പ്രണയസല്ലാപത്തിൽ ഏർപ്പെടുന്ന വീട്ടിലെ കുട്ടികൾക്ക് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു നല്ല ബുദ്ധി ഉണ്ടാവുന്നു. അവർക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് നിങ്ങൾ അച്ഛനും അമ്മയും എപ്പോഴും ചണ്ട കൂടിയിട്ട് പൂച്ച, കണ്ടം പൂച്ചയും ചൊക്കിപ്പൂച്ചയും ആട്ടുന്നത് പോലെ ആട്ടുന്നത് കാണുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അച്ഛനും അമ്മയും ഒരിക്കലും ചണ്ട കൂടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുട്ടികൾ സ്കൂളിൽ പോയാൽ നിങ്ങൾ ബഹളം വെച്ചോ, പക്ഷെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് ഡീസൻ്റ് ആവണം. മക്കളുടെ മുന്നിൽ പരസ്പര ബഹുമാനത്തോടെ സ്നേഹബന്ധത്തിൽ തൊട്ടുരുമ്മിയിരിക്കണം അച്ഛനും അമ്മയും. പ്രേമമെന്ന് പറയുന്നത് കല്യാണം വരെയുള്ള പരിപാടിയല്ല, മരണം വരെ പ്രേമിക്കണം. പ്രേമമെന്ന് പറയുന്നത് ഈ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ആണും പെണ്ണും തമ്മിൽ ശരീരങ്ങൾ തമ്മിലുള്ള ആകർഷിക്കുന്ന വൃത്തികെട്ട പരിപാടിയാ പ്രേമമെന്നാ അല്ല. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം, പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെപ്പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഉള്ളൂരിൻ്റെ വരികളാ. ആ പ്രേമം മരണം വരെയുണ്ട്. കല്യാണം കഴിയുന്നവരെ 100 പ്രാവശ്യം ദിവസം 3 നേരം ഐ ലവ് യു അയക്കും.
ഐ ലവ് യു എന്ന് പറയും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ ഐ ലവ് യു എന്നോ ഐ ലൈക്ക് യു എന്നോ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താ കല്യാണം കഴിഞ്ഞാൽ പറയാൻ പാടില്ല ഇത്? അതെന്താ കല്യാണം കഴിഞ്ഞാൽ ഐ ലവ് യു എന്നോ ഐ ലൈക്ക് യു എന്ന് പറയാത്തത്? എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഒരു പരിപാടി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്ന്. അപ്പോൾ സദസ്സെന്ന് ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയാ, അതെന്താ പറയാത്തതെന്നറിയോ? എന്താ? എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്ന്. അപ്പം എലക്ഷന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പാ ഇത്. മരണം വരെ പ്രേമിക്കുക, ടച്ച്, തൊടണം. വാത്സല്യം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? കുട്ടികൾ ധരിച്ചത് വാത്സല്യം എന്ന് പറഞ്ഞാൽ കിൻഡർ ജോയി, കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക്, അൽഫാമെല്ലാം കൊണ്ടു കൊടുക്കല വാത്സല്യം എന്നാ. അല്ല, വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചെന്നാ. ഗുരുവായൂർ അമ്പലത്തിലെ ഒരു ടൂറിസ്റ്റ് ഹോമിൻ്റെ പേര് ശ്രീവത്സം എന്നാ. എന്താ അത്? മഹാവിഷ്ണുവിൻ്റെ നെഞ്ചത്തെ മറുക ശ്രീവത്സം. ശ്രീ ഐശ്വര്യം, വത്സം നെഞ്ച്. വത്സം നെഞ്ച്. വാത്സല്യമോ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. പിടികിട്ടിയോ? വാത്സല്യം എന്താന്ന്? കെട്ടിപ്പിടിക്കുക. അതാണ് വാത്സല്യം. അതുകൊണ്ട് കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിച്ചാലും അമ്മക്ക് കുട്ടികളെ കെട്ടിപ്പിടിക്കുക. എത്ര വലുതായാലും കെട്ടിപ്പിടിക്കുക. ഈ കുട്ടീനെ ഉറക്കാൻ പോകുന്ന അമ്മയുടെ ആ കാഴ്ചയുണ്ടല്ലോ, അല്ലേ? തൻ്റെ കുട്ടി ഉറങ്ങുമ്പോൾ ലോകം മൂന്നും ഉറങ്ങിത്തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അമ്മമാർ, അല്ലേ? ഒരു കണ്ണാൽ സൂര്യനുറങ്ങ്, മറു കണ്ണാൽ തിങ്കളുറങ്ങ്, തൃക്കൈയിൽ വെണ്ണയുറങ്ങ്, മാമൂണിന് ഭൂമിയൊരുങ്ങ്, തിരുമധുരം നാവിലുറങ്ങ്, തിരുനാമം മനസ്സിലുറങ്ങ്, എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങ്, മൂലോകം മുഴുവനുറങ്ങ്. ഉണ്ണി വാവാവോ പാട്ട് കേട്ടിട്ടില്ലേ? ഉറങ്ങിക്കഴിഞ്ഞ കുട്ടിയെ കൊണ്ടുപോയിട്ട് അമ്മ കിടത്തുന്ന രംഗം കണ്ടിട്ടുണ്ടോ? ഉറങ്ങിക്കഴിഞ്ഞ കുട്ടിയെ കൊണ്ടുപോയിട്ട് അമ്മ കിടത്തുന്നത്, ഒരു കയ്യിൽ കുട്ടീനെ എടുത്ത് മുട്ടും കുത്തി അവിടെ ഇരുന്നിട്ടൊരു തുണിയെടുത്ത് അവിടെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കിടത്തിയിട്ട് ആ കുട്ടിയുടെ ചന്തീൻ്റെ അടിയിൽ നിന്ന് കൈവലിക്കുന്ന കണ്ടിട്ടുണ്ടോ? പുലിമുരുകൻ സിനിമയിൽ ഉണ്ടാവില്ല ഇത്ര നല്ല സ്ലോ മോഷൻ. എന്നിട്ടൊരു തുണിയെടുത്ത് മേലെ ഇട്ട് തുടക്ക് രണ്ട് മുട്ടും കൂടി മുട്ടി വാവോ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ എഴുന്നേറ്റ് മുടിയും കെട്ട് പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ എൻ്റെ കുഞ്ഞിമോൾ ഉറക്ക് തെളിയുന്നുണ്ടാവുമോ എന്നുള്ള ചിരിയും ചിരിച്ചിട്ടുണ്ട്, ഒരു തിരിഞ്ഞു നോട്ടം. അതിൻ്റെ സൗന്ദര്യം ഒരു ഐശ്വര്യ റോയിൻ്റെ ചിരിക്കും കാണില്ല. അത് കാണാൻ അറിയില്ല, പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കണ്ട. ആ കുട്ടീനെ ഉറക്കാൻ പോകുന്ന അമ്മയുടെ ആ മുഖ സൗന്ദര്യമില്ലേ, അതിനേക്കാൾ ഒരു സൗന്ദര്യം ലോകത്ത് മറ്റൊന്നിനുമില്ല. ആ ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കുയിലേ, നിൻ്റെ പാട്ടിൻ്റെ വോളിയം കുറക്ക്, എൻ്റെ മോൻ ഉറങ്ങുകയാണെന്ന് കുയിലിനെ ശകാരിക്കുന്നവൾ അമ്മ. നിലാവെളിച്ചം നമുക്കിഷ്ടമാണ്. എന്നാൽ നിലാവിൻ്റെ തണുത്ത രശ്മികൾ ജനലഴികൾക്കിടയിലൂടെ കടന്നു വന്നിട്ട് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺപോളകളിൽ സ്പർശിക്കുമ്പോൾ അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിൻ്റെ വോൾട്ടേജ് കുറക്കെന്ന് പറയുന്നവളാണമ്മ. കേട്ടിട്ടുണ്ടോ? ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്ന് പാടുന്നവളാണ് അമ്മ. ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് തൻ്റെ ഹൃദയമിടിപ്പ് കേട്ടിട്ട് ഉറക്ക് തെളിയുമെന്ന് ഭയന്നിട്ട് ഹൃദയത്തോട് ആജ്ഞാപിക്കുന്ന അമ്മ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഇതാണ് ആർദ്രത. ഇതില്ല പിന്നെ എന്തിനാ മനുഷ്യനായത്? കുറേ തിന്നുക, ബിരിയാണി തിന്നുക, കിടന്നുറങ്ങുക, ഇതാ മനുഷ്യനെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നതാണ്. ഇത്രയും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുള്ള ഈ നാട്ടിലും നമ്മുടെ നാട്ടിലെ യുവാക്കൾ വൃത്തികെട്ട സ്വഭാവത്തിലേക്ക് പോകുന്നത്. ആർദ്രത കൊടുക്ക്, അവരെ ടച്ച് ചെയ്യൂ, ഹൃദയത്തിൽ തൊടൂ. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കണം. കണ്ണാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. ആധാർ കാർഡിൽ കണ്ണിൻ്റെ ഫോട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ഖത്തറിലേക്ക് പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് എൻ്റെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. അവിടെ ഖത്തറിൽ ഇറങ്ങുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ കണ്ണിൻ്റെ ഫോട്ടോ, ഇവിടുത്തെ കണ്ണിൻ്റെ ഫോട്ടോ. എന്തിന്? പാസ്പോർട്ടിനേക്കാൾ വില നമ്മുടെ വ്യക്തിത്വം കണ്ണാണ്.
ആ കണ്ണിൻ്റെ സൗന്ദര്യം കൊണ്ട് പണ്ട് പേരിട്ടിരുന്നത് അക്ഷി, അക്ഷൻ എന്ന പേരുണ്ടായിരുന്നു, അറിയാവോ? അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്, അക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണുള്ളവൻ. പങ്കജാക്ഷൻ പങ്കജാക്ഷി, അംബുജാക്ഷൻ അംബുജാക്ഷി, കമലാക്ഷൻ കമലാക്ഷി, അല്ലേ? മീനിനെ പോലെ പെട്ടക്കുന്ന കണ്ണുള്ളവൾ മീനാക്ഷി, ഇല്ലേ? വിശാലാക്ഷി, എൻ്റെ നാട്ടിൽ ഏറ്റവും ഫേമസ് ആയ പേര് വിശാലാക്ഷിയാ. വലിയ കണ്ണുള്ളവൾ, സുന്ദരിമാരുടെ കണ്ണ് വലുതായിരിക്കുന്ന, അതുകൊണ്ട് വിശാലാക്ഷി. പക്ഷെ പുരുഷന്മാരുടെ കണ്ണ് ചെറുതായിരിക്കുന്ന, അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന് വിളിച്ചു. പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ ആണുങ്ങളെ കുഞ്ഞിക്കണ്ണൻ, അല്ലേ? ഈ കണ്ണിൻ്റെ വലിപ്പം വിഷയം ചെറുതല്ല. 6 മാസം മുമ്പ് കേരളത്തിലെ ചാനലുകളിലും ടി വികളിലും നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കണ്ണുമായി ബന്ധപ്പെട്ടതായിരുന്നു, അറിയോ നിങ്ങൾ? മഞ്ജു വാര്യരുടെ കണ്ണിന് വലിപ്പം കുറഞ്ഞുകൊണ്ടാണ് അതിലും വലിയ കണ്ണുള്ള കാവ്യ മാധവൻ്റെ അടുത്തേക്ക് ആ വിദ്വാൻ പോയത്. അതിൻ്റെ പേരിൽ, അല്ലേ? ആ കാര്യം ഭാവന എന്ന് പറഞ്ഞ നടി മഞ്ജു വാര്യരോട് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലാണ് ഭാവനയെ ബുദ്ധിമുട്ടിച്ചത്. അതിൻ്റെ പേരിലാണ് ഹേമ കമ്മീഷൻ ഉണ്ടാക്കിയത്. ആ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ നടന്മാർ പലരുടെയും വൃത്തികേട് പുറത്തു വന്നതല്ലേ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായത്, അല്ലേ? ഇത് മുഴുവൻ കണ്ണിൻ്റെ വലുപ്പാ. ആ കണ്ണിൽ നോക്കൂ. ഇനിയൊരു കാര്യം പറയട്ടെ, മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ ഒരു മഹാദുരന്തമുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അറിയുമോ നിങ്ങൾ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം, 18 അക്ഷൗഹിണികൾ അണിനിരന്ന യുദ്ധം, മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണം മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാരില്ലാത്തതിൻ്റെ പേരില്ല. ധൃതരാഷ്ട്ര അന്ധനായിരുന്നു. വിവാഹം അന്വേഷിച്ചത് ഗാന്ധാരദേശത്തെ സുബലൻ്റെ മകൾ ഗാന്ധാരിയെ. പക്ഷേ ഗാന്ധാരിയോട് പറഞ്ഞില്ല അന്ധനാണെന്ന്. കാരണം വിവാഹം വേണ്ടെന്ന് ഗാന്ധാരി പറഞ്ഞാൽ ഈ ബന്ധം നഷ്ടപ്പെട്ടാൽ ഏറ്റവും വലിയ സൈന്യശക്തിയുടെ സഹായം സുബലിന് കിട്ടൂല. അതുകൊണ്ട് മറച്ചു വെച്ചു. കല്യാണ പന്തലിൽ കയറുമ്പോഴാണ് ഗാന്ധാരി അറിയുന്നത് തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന്. തന്നെ പറ്റിച്ചതിൽ ദേഷ്യം വന്നിട്ട് തൻ്റെ മന്ത്രകോടി എടുത്തിട്ട് കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു, തൻ്റെ ഭർത്താവിന് കാണാത്ത ലോകം ഇനി ഞാനും കാണുന്നില്ല. 100 ആൺമക്കളെ പെറ്റു, അല്ലേ? ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. കണ്ടോ? 100ഉം പടഞ്ഞു മരിച്ചില്ലേ? ഇവർ മരിച്ചപ്പോൾ ഒരു ചിതയ്ക്ക് തീ കൊളുത്താൻ 1 ബാക്കിയായോ? 100 ആണുണ്ടായിട്ട്. എന്തേ? ഈ കുട്ടികൾ 100ഉം വഷളായി. അവർ വഷളന്മാരായിരുന്നോ? നല്ല കുട്ടികളായിരുന്നു. മൂത്തവൻ്റെ പേരെന്താ? കൗരവന്മാരിൽ മൂത്തവൻ്റെ പേരറിയാവോ? ദുര്യോധനനല്ല, സുയോധനെന്നാ. സുയോധന എന്നാ വിളിച്ചവർ. പിന്നീട് ദുഷിച്ചിട്ടാണ് ദുര്യോധനായത്, ദുഷിച്ചിട്ടാണ് ദുശാസനായത്. സു എന്ന് പറഞ്ഞാൽ നല്ലത് എന്നല്ലേ അർത്ഥം. അതെൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞതല്ല. സു നല്ലതാ. അവർ ദു ആയി. എന്തേ? അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100ഉം പടഞ്ഞു മരിച്ചിട്ട് അവസാനം പുത്രവിയോഗ ദുഃഖത്തിൽ കാട്ടിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് കാട്ടുതീയിൽപ്പെട്ടിട്ട് പച്ചക്ക് വെന്ത് മരിച്ചു ഈ ധൃതരാഷ്ട്രം ഗാന്ധാരിയും. 100 മക്കളുണ്ടായിട്ട് എന്ത് കാര്യം? മക്കളുടെ കണ്ണിൽ നോക്കണം. ഭർത്താവിന് ജന്മനാ കണ്ണ് കാണൂല. എന്നാ ഭാര്യ കണ്ണാവണ്ടേ ഭർത്താവിൻ്റെ? ഒരു പഴയ സിനിമാ പാട്ട് ഓർമ്മയുണ്ടോ? കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടിയ യുഗ്മഗാനം. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പോൾ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ എന്ന് പാടേണ്ടതിന് പകരം കണ്ണും കെട്ടി നടന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അപ്പൂപ്പന്മാരെ, അമ്മൂമ്മമാരെ, അമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങൾക്ക് കണ്ണുണ്ടായിട്ട് മക്കളുടെ കണ്ണിൽ നോക്കുന്നുണ്ടോ? നോക്കണം. ഐ കോണ്ടാക്ട്. അവസാനത്തത് പരസ്പര ബഹുമാനം. ഗുരുദേവൻ പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. അതിൻ്റെ ലക്ഷണമാണ് നോഡിങ്. എന്താണ് നോഡിങ്? അറിയാനും അറിയിക്കുവാനുള്ളതിൻ്റെ ലക്ഷണമാണ് നോഡിങ്. എന്താ നോഡിങ്? തലകുലുക്കുക. ജനാധിപത്യ ബോധമാണത് നോഡിങ്. തലകുലുക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുക. മനസ്സിലായോ? കുട്ടികൾ പറഞ്ഞാലും അത് ശരിയാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുക. വൃത്തികെട്ട ഈഗോ വേണ്ട. അത് ജനാധിപത്യ ബോധമാണ്. അപ്പോൾ പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലിക്കുക. സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. അത്തരത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ആർദ്രമാക്കിയാൽ മനുഷ്യക്കുട്ടികളുണ്ടാവും.
ആ മനുഷ്യക്കുട്ടികളിൽ സച്ചിദാനന്ദം, സത്ത് ചിത്തത്തിൽ ചേരുമ്പോൾ, ചിത്തം മനസ്സിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമുണ്ടാകും. ആ സച്ചിദാനന്ദത്തിലേക്ക് നയിക്കാൻ കഴിയുമ്പോഴാണ് ദർശനമുണ്ടാവുന്നത്. അതിനാ നിനക്ക് വിദ്യ നേടി പ്രബുദ്ധരാവുക. അതിനൊറ്റക്കൊറ്റക്കൊന്നും ഒരാൾക്കും ചെയ്യാനാവില്ല. ഒത്തുചേരുക, സഹ അവവതു, ഒരുമിച്ചിരുന്ന് പഠിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. പഠിച്ചാൽ മാത്രം പോരാ, അത് ഭുജിക്കണം, ദഹിപ്പിക്കണം. പഠിച്ചത് ഇതിലെ കേട്ടിട്ട് ഇതിലെ വിട്ടാൽ പോരാ, അത് മനസ്സിൽ ഉറപ്പിക്കാൻ സഹനവും ഭുനക്തു, അത് പഠിച്ചിട്ട് അത് പ്രാവർത്തികമാക്കണം. സഹവീര്യം കരവാവഹൈ, അധ്വാനമുണ്ടാവണം. ആ 3 കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു പ്രകാശം ഉണ്ടാവും. തേജസ്വിനാവധീതമസ്തു ആവും. നമ്മൾ തേജസ്സിൻ്റെ ഇരിപ്പിടമായിട്ട് നിങ്ങളുടെ ബുദ്ധി മാറും. അതായാൽ പിന്നെ മാ വിദ്യുഷാവഹി, ഒരാളോടും വിദ്വേഷമുണ്ടാവില്ല. മനുഷ്യൻ നന്നാവും. വിദ്വേഷമില്ലാത്ത ഒരു ലോകമുണ്ടാകും. അതിനെന്ത് വേണം? അറിയാനും അറിയിക്കാനും ഒത്തുചേരുക, വിദ്യ നേടുക, പ്രബുദ്ധരാവുക, സംഘടിക്കുക, ശക്തരാവുക, സത്യവും ജ്ഞാനവും ആനന്ദവും അനുഭവിക്കാൻ മുന്നോട്ട് പോവുക. അത്തരത്തിൽ ഈ ഭവാബ്ദിക്കൊരാവിവൻ തോണിയായിട്ട് നമ്മുടെ ജീവിതം, ഈ ജീവിതമാകുന്ന മഹാസാഗരത്തിൽ ഒരു ആവിക്കപ്പൽ, ആവിവൻ തോണി, ആവിക്കപ്പലായിട്ട് എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസമാകുന്ന ആവി പുറത്തേക്ക് വിട്ടുപോകുന്ന ഒരു കപ്പലാണ് എൻ്റെ ശരീരം. ഈ ആവിവൻ തോണിയായിട്ട് എൻ്റെ ജീവിതത്തെ ഭവസാഗരം നീന്തിക്കടന്നപ്പുറത്തേക്ക് പോകാൻ, കരുത്തുണ്ടാക്കിയെടുക്കാൻ ഈ ആധ്യാത്മിക ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് മലയാളികൾ എഴുന്നേറ്റത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാണിബോധിത, ബോധമാർജിക്കുവാനുള്ള പ്രാപ്തി നേടി മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഈ കേരളം വളർന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കേരളത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഗുരു ഇരുട്ടിനെ വെളിച്ചമാക്കി തന്നതാണ്. ആ ഗുരുവിനെ അനുസ്മരിക്കാൻ ഒത്തുചേരുമ്പോൾ കമിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ചതുപോലെ ദൈവദശതകവും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും ഇതിലെ കേട്ടിട്ട് കമിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെ ഒഴുക്കിക്കളയാനുള്ളതല്ല, അത് മലർത്തി വെച്ച പാത്രത്തിൽ സ്വീകരിക്കാൻ ഉള്ളതാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ആ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് 148 നമ്പർ പുതുപ്പള്ളി ശാഖ ഇത്തരത്തിലുള്ള ഒരു ശ്രീനാരായണ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ആ കൺവെൻഷനിൽ എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത്, മഴ കണ്ടിട്ടും അതൊന്നും പ്രശ്നമല്ലാതെ, ബാഹ്യമായ ശരീരമല്ല ആന്തരികമായ പ്രബുദ്ധതയാണ് പ്രധാനമെന്ന് ലക്ഷ്യം വെച്ച് ഇത്ര നേരം ഒരീച്ച പോലും അനങ്ങാതെ കഴിയുന്നത് വരെ ശ്രദ്ധയോടുകൂടിയിരുന്ന ഒരു സദസ്സിനെ ഞാൻ അപൂർവമായിട്ട് മാത്രമാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഈ സദസ്സിൻ്റെ മുന്നിൽ ഒരു നല്ല നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.